അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 10,000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിയത്. എന്തിനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിയതെന്നോ എന്തിനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നോ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി തരിക? ഇപ്പം ഈ ക്ലാസ്സിന് 70ഓളം 80ഓളം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത്. പകുതിയേ എത്തിയുള്ളൂ, ബാക്കി പകുതി വന്നില്ല. പകുതി വരാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് പരീക്ഷകളാണെന്നാണ്. ആ പരീക്ഷകൾ നിങ്ങൾക്കും ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ പരീക്ഷകൾക്കിടയിലും നിങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾക്കറിയോ? അവിടെ നമ്മുടേതല്ലാത്ത ഒരു തീരുമാനം ഉണ്ട്. നമ്മുടേതല്ലാത്തൊരു തീരുമാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാനെ പ്രവാചകൻ കണ്ടിട്ടില്ല. എന്തേ കാരണം? ജനിക്കുന്നതിന് മുമ്പേ, പ്രവാചകൻ ജനിക്കും മുമ്പേ ബാപ്പ മരിച്ചിട്ടുണ്ട്. ഉമ്മാനെ കണ്ടിട്ടുണ്ട്. എത്ര വർഷം? 6 വർഷം വരെ അല്ലേ? 6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചിട്ടുണ്ട്. ശേഷം പ്രവാചകന്റെ സംരക്ഷണം ആരായിരുന്നു ഏറ്റെടുത്തത്? വല്ലിപ്പയായിരുന്നു, അബ്ദുൽ മുത്തലിബായിരുന്നു അല്ലേ? എത്ര കൊല്ലം? ഒരു 2 കൊല്ലം കൂടി, 8 വയസ്സ് വരെ. 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് അനാഥനായ ഈ കുട്ടിയുടെ കൈ പിടിച്ച് അബ്ദുൽ മുത്തലിബ് ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു. ആരെ ഏൽപ്പിച്ചത്? അബൂ താലിബിനെ ഏൽപ്പിച്ചു കൊടുത്തു. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ ഒരു പര്യായമാണ്. കുറേ മക്കളുണ്ട്, വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്, പല നേരങ്ങളിലും ഭക്ഷണമേ ഇല്ല. അത്ര ദരിദ്രമാണ് അബൂ താലിബിന്റെ വീട്. പക്ഷെ അബൂ താലിബാണ് മുഹമ്മദ് എന്ന കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അബൂ താലിബ് തൻ്റെ മറ്റു കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുക്കുമ്പോൾ ആ കഞ്ഞിയിലെ വറ്റ് ലേശം കൂടുതൽ എടുത്തിട്ട് ഈ പാവം യതീമായ കുട്ടിക്ക് കൊടുക്കും. രാത്രി കിടക്കുമ്പോൾ അബൂ താലിബിന്റെ മക്കളൊക്കെ അബൂ താലിബ് എന്ന ബാപ്പയുടെ ദേഹത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഈ യതീമായ കുട്ടി ഒരു മൂലക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. രാത്രിയിൽ അബൂ താലിബ് എണീറ്റിട്ട് തൻ്റെ മക്കളെ എടുത്ത് താഴേക്ക് കിടത്തിയിട്ട് ഈ പാവം കുട്ടിയെ എടുത്തിട്ട് തൻ്റെ കൂടെ കിടത്തും. അത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതായി, കല്യാണം കഴിച്ചു, കച്ചവടക്കാരനായി. അങ്ങനെ 40 വയസ്സായപ്പോൾ നബിയായില്ലേ? നബിയായപ്പോൾ ആ നബിയോട് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക എന്നതാണ്. അപ്പം ആ നബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമേറെ സ്നേഹിച്ച ആളാണ് അബൂ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് വിളിച്ച ആളും അബൂ താലിബ് തന്നെയാണ്. പക്ഷെ അബൂ താലിബ് അത് മനസ്സിലാക്കിയില്ല, അത് സ്വീകരിച്ചില്ല. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതേ അല്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അബൂ താലിബ് മരിക്കാനായിട്ടുണ്ട് എല്ലാവർക്കും ബോധ്യമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സങ്കടത്തിലായിരുന്നു. എന്താ സങ്കടം? മരിക്കുന്ന സങ്കടമല്ല, അബൂ താലിബ് മുസ്ലിം ആവാതെയാണ് മരിക്കുന്നത്. മുസ്ലിം ആവാതെ മരിച്ചാൽ നരകത്തിലാണ്. ഇത്രയും കാലം തനിക്ക് വേണ്ടി ജീവിച്ച തൻ്റെ പ്രിയപ്പെട്ട പിതാമഹനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഭയങ്കരമായിട്ട് നബിക്കുണ്ടായിരുന്നു. അങ്ങനെ അബൂ താലിബിന്റെ അവസാന നിമിഷങ്ങൾ വന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അബൂ താലിബിന്റെ അടുത്താണ് പോയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. വീട്ടിലോ കുടുംബത്തിലോ ആശുപത്രിയിലോ റോഡ് പക്കത്തിലോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഒരാള് മരണാസന്നനാവുക എന്ന് പറയുമ്പോൾ അയാളിൽ ചില അടയാളങ്ങളൊക്കെ കാണും. എന്തൊക്കെ കാണുക? ആകെ അസ്വസ്ഥനാവും,
പിന്നെ കണ്ണുകളൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ എന്താ പറയാ ബാക്കിലേക്ക് ഇങ്ങനെ മറിയുന്നത് പോലെ തോന്നും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ജീവനാണല്ലോ അല്ലേ ആത്മാവ്. ആ ആത്മാവിനെയും കൊണ്ട് നമ്മളെ ആത്മാവിനെ പിടിക്കുന്ന മലക്ക് ഈ തലഭാഗത്ത് കൂടെ അത്ര എണീറ്റ് പോവുക. ഈ മലക്ക് നമ്മുടെ തലഭാഗത്താ വന്നിരിക്കുക. അവിടുന്നാണ് ആത്മാവിനെ പിടിച്ചെടുക്കുക. എന്നിട്ട് ആ തലഭാഗത്ത് കൂടെ ആ മലക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ശരീരം ഇങ്ങനെ നിശ്ചലമായി ഇങ്ങനെ കാല് മുതൽ ഇങ്ങനെ അനക്കമില്ലാതെ ഇങ്ങനെ വരും. ഈ കോഴി ഇറച്ചി വാങ്ങാൻ പോയിട്ടുണ്ട് ഷോപ്പിൽ. ഇവിടുത്തെ ഫ്രോസൺ അല്ല, അറുത്ത് കോഴി വിൽക്കുന്നിടത്ത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അല്ല കല്യാണത്തിനൊക്കെ കാളക്കുട്ടിയെ പോത്തിനെയൊക്കെ അറക്കുമ്പോൾ അതിന്റെ ജീവൻ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ കാല് മുതൽ പതുക്കെ ഇങ്ങനെ നിശ്ചലമായി ഇങ്ങനെ വരും. അവസാനമായിട്ട് മരിക്കുക കണ്ണാണ്. നമ്മുടെ ശരീരത്തിൽ അവസാനം മരിക്കുന്ന സാധനം കണ്ണേക്കാരെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിനെ പിടിച്ചിട്ട് ആ മലക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ അനങ്ങാൻ കഴിയാതെ കിടക്കല്ലേ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ആ മലക്കിനെ ഇങ്ങനെ നോക്കുന്ന, കണ്ണെത്തുന്ന ദൂരം വരെ ഇങ്ങനെ നോക്കും. അതുകൊണ്ടാണ് മരിക്കുന്ന വ്യക്തിയുടെ കണ്ണെപ്പോഴും ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ മരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ 3 കാര്യങ്ങളെ ചെയ്യണ്ടേ. നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങൾ വാഹനത്തിൽ പോവാണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് റോഡ് സൈഡിൽ ചോരയിൽ കുളിച്ച് ചില ആളുകളെ എടുത്ത് കിടത്തിയിട്ടുണ്ട്. വളരെ മാരകമാണ് പരിക്ക്, മരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ബെഡിൽ നിന്ന് ഒരു കരച്ചിൽ, അവിടെ ആരോ മരിക്കാൻ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വല്യമാരെങ്കിലൊക്കെ മരണാസന്നരായി കിടക്കുന്നുണ്ട്. ഒരാൾ മരിക്കുന്നത് കണ്ടാൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാ നമ്മുടെ പ്രവാചകൻ പറഞ്ഞേ. ഞാൻ എന്താണ് ഈ മരണത്തെ പറ്റി പറയുന്നത് ഇനി പറഞ്ഞു തരട്ടോ. വേറെ എന്താ ഒന്നാമത് ചെയ്യേണ്ടത്? ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ചെവിയുടെ അടുത്ത് അയാൾ കേൾക്കത്തക്ക വിധം എന്ത് പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പറയരുത്. ഞാൻ നാളെ ആശുപത്രിയിൽ നിന്നപ്പോണ്ട് ഭയങ്കര അലർച്ച കേൾക്കണ്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ കുറെ പെൺകുട്ടികളുണ്ട്, അയാളെ ബാപ്പ മരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളൊന്നായിട്ട് ചെല്ലിക്കോളിയും ബാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അങ്ങനൊന്നും വേണ്ട. പതുക്കെ അയാൾ കേൾക്കത്തക്ക വിധം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ലേശം ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ അയാൾ ചൊല്ലും, നമ്മളെ അത്ഭുതപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അപ്പൊ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് പ്രവാചകൻ പറഞ്ഞതേ, മരണത്തിന്റെ ബേജാറ് കൊണ്ടേ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോ. നമ്മളല്ല പേടിക്കുമ്പോൾ നന്നായിട്ട് പേടിക്കുക, ബേജാറൊക്കെ ചെയ്താൽ നമ്മുടെ തൊണ്ടയിൽ ലേശം വെള്ളം കട്ടിക്കാണ് പറയുന്നത്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന വ്യക്തിക്ക് വെള്ളം ചോദിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരി വെള്ളം കൊടുക്കുക. ലേശം ഗ്ലാസ്സിലോ പാത്രത്തിലോ സ്പൂണിലോ. അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റ രോഗിയാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ തുണി നനച്ചിട്ട് ആ തുണി കൊണ്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കാൻ പറയും. ഇത് രണ്ടാമത് ചെയ്യാനുള്ളത്. ഇത്രയായാൽ ആ വ്യക്തി മരിച്ചു എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കണ്ണിങ്ങനെ തുറന്നു കിടക്കും. അങ്ങനെ ഒരാളിങ്ങനെ മരിച്ചിട്ട് കണ്ണ് തുറന്നു കിടക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു പേടി കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ മരിച്ചു എന്ന് ഉറപ്പായാൽ അയാളുടെ കണ്ണുകൾ പതുക്കെ ഇങ്ങനെ അടച്ചു കൊടുക്കുക. കഴിഞ്ഞ് ഫിനിഷ്. ഈ 3 കാര്യങ്ങൾ മരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷയത്തേക്ക് തിരിച്ചു പോകാം. അബൂ ത്വാലിബ് മരിക്കാനായി എന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഇരുന്നിട്ട് അബൂ ത്വാലിബിനോട് പറയണേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അർത്ഥം? യാ അമ്മി, പ്രിയപ്പെട്ട എളാപ്പയാണ്, നബിന്റെ വാപ്പാന്റെ സഹോദരനാണ്. ഖുൽ, ഒന്ന് പറയോ. എന്താ പറയണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് പറയോ. എനിക്ക് അള്ളാന്റെ അടുത്ത് ഇങ്ങക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്ത ഒരാൾക്ക് വേണ്ടി അയാളുടെ മരണശേഷം അള്ളാഹുവേ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ മുസ്ലിം അല്ലാത്ത ഒരാളുണ്ട്, പക്ഷെ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് അയാൾ ഇഷ്ടമാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ എൻ്റെ അമ്മാവന് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ എളാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഈ മുസ്ലിം അല്ലാത്ത ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനേ പാടില്ല. തെറ്റാണ്. പ്രാർത്ഥിച്ചാൽ നമുക്ക് അള്ളാഹിന്റെ കുറ്റം കിട്ടും. അപ്പൊ റസൂൽ പറയണേ, പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയോ. അത് പറഞ്ഞാൽ മതി, എനിക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനെന്നാല് പറഞ്ഞില്ല. എന്തേ പറഞ്ഞ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, എന്റെ ബാപ്പയായ കാരണവരായ അബ്ദുൽ മുത്തലിബ് മരിച്ചതുപോലെ ലാത്തയുടെ ഉസ്സയുടെ, ആരാണ് ലാത്തയും ഉസ്സയൊക്കെ? അവരുടെ കാലത്തെ ദൈവങ്ങളാണല്ലേ.
ആ ദൈവങ്ങളുടെ പേരിൽ ഞാൻ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് മൂപ്പർ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സങ്കടായി. അബൂ താലിബ് മരിച്ച സങ്കടമല്ല, പിന്നെ എന്താ സങ്കടം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ ആണല്ലോ മരിച്ച്. ഇത്രയും കാലം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് തിരിച്ച് ഒന്ന് ഉപകാരം ചെയ്തു കൊടുക്കാം എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാ അദ്ദേഹം കരഞ്ഞ്. അങ്ങനെ സങ്കടപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോ നബിക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. പോയില്ലേ, നരകത്തേക്കല്ലേ പോണത്. അപ്പോ നബിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ വഹിയുമായിട്ട് മലക്ക്. ഏത് മലക്ക്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത്, ആ ആയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം കേട്ടോ. എന്താണ് ആയത്തരങ്ങള്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു കേട്ടോ. ഇന്നക മുഹമ്മദ് നബിയെ ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. അതിനുള്ള കഴിവൊന്നും നിനക്കില്ല. അബൂ താലിബിനെ നീ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അബൂ താലിബിനെ നേർമാർഗത്തിലാക്കാൻ നീ ശ്രമിക്കാഞ്ഞിട്ടുമല്ല, അതിന് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പരീക്ഷകൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ പരീക്ഷയ്ക്ക് 1-2 മാർക്ക് കുറഞ്ഞേക്കാം. എന്നിട്ടും ആ പരീക്ഷകളെ മാറ്റിവെച്ച് ഈ ഒരു ക്ലാസ്സിലേക്ക് വരാൻ നിങ്ങളെ തോന്നിപ്പിച്ചത് ആരാരങ്ങൾ? പടച്ചോനാണ്. ഇതൊരു വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. ആ സന്തോഷം നിങ്ങളുമായിട്ട് എൻ്റെ സംസാരത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷകരമായ അഭിനന്ദനങ്ങൾ. നല്ല മക്കളാവാൻ, ജീവിതകാലം മുഴുവനും നന്നാവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. 1. 2ാമത്തേത്, എന്തിനാണ് ഈ ക്ലാസ് നടത്തുന്നതെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമോ? എന്തിനാണ് ഇപ്പോൾ ഈ ക്ലാസ് നടത്തുന്നതെന്ന്? ഒരാൾ റിയാദിലെ കുട്ടികളൊക്കെ ഭയങ്കര ധൈര്യമുള്ള കുട്ടികളാണെന്നാണ് സഫ്വാനൊക്കെ പറഞ്ഞ്. ഒരു ധൈര്യമുള്ള കുട്ടി എണ്ണീറ്റൊന്ന് പറഞ്ഞേ. ഒരു കുട്ടി. ഇനി ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് പറയും 10-40 കുട്ടികളുണ്ടായിട്ട് ഒരൊറ്റ കുട്ടിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി മോശം ധാരണ ഉണ്ടാവുക. ഒരു കുട്ടി എന്തായാലും വേണ്ട, എണീക്കണ്ട, ഇരുന്നോളൂ പറഞ്ഞാൽ മതി. എന്തിനാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്? നിങ്ങൾക്ക് മദ്രസയിൽ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട്, സ്കൂളിൽ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട്, ഓൺലൈനിൽ അതിലേറെ ക്ലാസ് ഉണ്ട്. എന്നിട്ട് ഈ ഒഴിവുള്ള സമയത്ത് ഈ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് എന്തിനാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്? ആരോ ഒരാൾ പറയുന്നുണ്ട് മെല്ലെ, ഒരു തലയുടെ മറവിലാണ്, ആളെ കാണില്ല. ആരും പറയുന്നില്ല. എൻ്റെ ധാരണ മുഴുവൻ ഞാൻ തിരുത്തിട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ തന്നെ പറയാം. എന്താ ചെയ്യലേ? അതായത് നിങ്ങളൊക്കെ വീട്ടിൽ ഇത്താത്തമാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ നമുക്കിഷ്ടപ്പെട്ട ഒരാൾ ആശുപത്രിയിൽ പ്രസവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര കൊതിയേക്കാരം. എന്തിനാണ്? പ്രസവിക്കാനല്ല, പിന്നെ കുട്ടിയെ കാണാൻ അല്ലേ? ആ കുട്ടിനെ ഒന്ന് പോയിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹിക്കാരം. ഇപ്പം നിങ്ങളെ മൂത്ത ഇത്താത്ത പ്രസവിച്ച് നിങ്ങൾ സ്കൂളിൽ പോയതായിരുന്നു. 4 മണിക്ക് വീട്ടിൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, എഴുതി നോക്കിയാൽ ഓള് പ്രസവിച്ചിട്ടുണ്ട്, പുസ്തകത്തിൻ്റെ സഞ്ചിയൊക്കെ ഒരു ഏറാണ്, എപ്പോഴമ്മ നമ്മൾ പോണത്? വൈകുന്നേരം പോവാം. സന്തോഷമായി. ആൺകുട്ടിയൊക്കെ ഒരു ഇത്തിരി നാണയക്കാരം. പ്രസവ വാർഡിലേക്കൊക്കെ കയറി ചെന്ന് ആ കുട്ടീനൊക്കെ അങ്ങനെ കാണുക പറഞ്ഞാൽ ഒരു നാണ. പെൺകുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായി ചെറിയ കുട്ടികളെ കാണാൻ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഉമ്മാൻ്റെ കൂടെ ഇത്താത്താൻ്റെ കുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ബെഡ് ഇങ്ങനെ ഇത്താത്ത കിടക്കുന്ന ബെഡിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കുട്ടിയില്ല, ഇത്താത്ത മാത്രം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാനും മടി, എവിടെ കുട്ടി ചോദിക്കാനും മടി. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എവിടെ കുട്ടി? അവിടെ അങ്ങേ ബെഡിൽ കുട്ടിയുണ്ട്, ഇവിടെ ബെഡിൽ കുട്ടിയുണ്ട്. നമ്മളെത്താത്താൻ്റെ കുട്ടീനെ മാത്രം കാണാനില്ല, തിരഞ്ഞ്. അപ്പോൾ ആരോ പറഞ്ഞ് കുട്ടിനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെരും കരച്ചിലായിട്ട് ഒരു കുട്ടീനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കുലുക്കി ഒരു സിസ്റ്റർ, ഒരു നഴ്സ് താത്താൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്ട് ആ കുട്ടീനെ കിടത്തി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി, നല്ല ഒരു ചോരപ്പൈതൽ, പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരു കുട്ടി, നമുക്കെല്ലാം ഇഷ്ടമായി. പക്ഷെ ആ കുട്ടി കരയുന്നുണ്ട്. എന്തിനാ കരഞ്ഞ്? എന്തിനാ കുട്ടി കരയുന്നേ? കുട്ടീനെ വേദനിപ്പിച്ച്. എങ്ങനെ വേദനിപ്പിച്ച്? ഒരു സൂചി, നമുക്ക് തന്നെ വേദനയാണ് സൂചി അടിച്ചാൽ. പിന്നെ കുട്ടിയുടെ കഥ പറയണോ?
അപ്പം നമുക്കൊരു സംശയം, അതെന്തിനാണ് ഒരു രോഗമില്ലാത്ത ഇപ്പം ജനിച്ച ഈ കുട്ടീനെ എന്തിനാണ് ഈ സൂചി അടിച്ചുകൊണ്ട് കരയിപ്പിച്ച്? ഒരു രോഗമില്ല, പനിയില്ല, തലവേദനയില്ല, ജലദോഷമില്ല, ഒന്നുമില്ല. ഒരു രോഗമില്ലാത്ത ഈ കുട്ടീനെ എന്തിനാ ഇപ്പം ഈ സൂചി അടിച്ച് കരയിപ്പിച്ച്? എന്തിനാണ് സൂചി അടിച്ച്? എന്താ പറഞ്ഞേ? ഒരു ധൈര്യമുള്ള കുട്ടീനെ അവിടെ കണ്ടിയാണ്. എന്താ പറഞ്ഞേ? രോഗം വരാതിരിക്കാൻ. ആ കുട്ടിക്ക് രോഗമല്ല, പക്ഷേ ആ കുട്ടിയുടെ ചുറ്റുഭാഗത്ത് ആ കുട്ടിയെ രോഗിയാക്കാൻ ഒരുപാട് രോഗാണുക്കൾ കാത്തിരിക്കുന്നുണ്ട്. പല രോഗമുണ്ട്. ശരീരത്തെ മുഴുവനും തളർത്തിക്കളയുന്ന രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾ, കേൾവി ഇല്ലാതാക്കുന്ന രോഗങ്ങൾ. ഞാൻ ഇപ്പം നേരെ ഒരു കുട്ടിയെ കണ്ട് 14 വയസ്സായിട്ടുണ്ട്. 14 വയസ്സ്, ഒരു പെൺകുട്ടിയാണ്. 14 വയസ്സാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂം എടുത്തിട്ട് ബാപ്പി ഇമ്മയും ഈ കുട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ പാർക്കുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയുണ്ട് ബാപ്പാൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുന്നു. ബാപ്പാൻ്റെ തോളിൽ കിടക്കുക. 14 വയസ്സുള്ള പെൺകുട്ടിയെ. നടക്കൂല, ഇരിക്കൂല, സംസാരിക്കൂല, ഒന്നും ചെയ്യൂല, അങ്ങനെ കിടക്കുക. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ചെറുപ്പത്തിൽ ജനിച്ച ഉടനെ ഒരു പനി ഉണ്ടായതാണ്, ആ പനിയിൽ തളർന്നു പോയതാണ്, പിന്നെ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ മാരകമായ ചില രോഗാണുക്കൾ ഈ പാവം കുട്ടിൻ്റെ ദേഹത്തിലേക്ക് പടർന്നു കയറാതിരിക്കാൻ നമ്മൾ ആദ്യമേ ആ കുട്ടിക്ക് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയതാണ്. സത്യത്തിൽ ഈ ക്ലാസ് ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എന്ത് പ്രതിരോധം? നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ? ഞാനിവിടുത്തെ വന്നിട്ട് നിങ്ങളെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് എങ്ങനെ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയുണ്ട്? അപ്പം എന്നോട് പറഞ്ഞു, നാട്ടിലെ കുട്ടികളെ പോലെ നല്ല കുട്ടികളാണ്. വെറുതെ പറഞ്ഞല്ല, നാട്ടിലെ കുട്ടികളെ പോലെയല്ല, നല്ല കുട്ടികളാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളുടെ കീഴിലാണ് വളരുന്നത്. രാവിലെ ബാപ്പ സ്കൂൾ കൊണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനെയാക്കും, വൈകുന്നേരം തിരിച്ചു കൊടുന്നാക്കും. നിങ്ങൾക്ക് വേറെ നിങ്ങൾ അങ്ങാടിക്ക്, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞ മക്കൾ വൈകുന്നേരം 4 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയാൽ രാത്രി 10 മണിക്ക് വീട്ടിലേക്ക് എത്തുന്നില്ല. ചിലപ്പോൾ അയലൊക്കത്തെ ഉമ്മാർ ഇന്നൊക്കെ വിളിക്കലുണ്ട്, ഷാക്കറാക്ക പിന്നെ നോക്കി മുജീബ് ഇതുവരെ വന്നിട്ടില്ലല്ലോ, നിങ്ങൾ അങ്ങാടിയിൽ കണ്ടിരുന്നോ? ഇങ്ങനെ ഏഷാൻ്റെ സമയത്ത് അവിടെ കണ്ടിരുന്നു, ഇതുവരെ വന്നിട്ടില്ല, നിങ്ങളൊന്ന് പോയോക്കുവോ? എന്നിട്ട് നമ്മളൊക്കെ ബൈക്ക് എടുത്തുകൊണ്ട് പോയോക്കാണ്. 10-15 വയസ്സായ കുട്ടികൾ വീട്ടിലേക്ക് വരുന്നില്ല. അങ്ങനത്തെ അപകടം നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, കറക്റ്റ് വീട്ടിലെത്തുന്നുണ്ട്, വെക്കേഷൻ ഒഴിവ് സമയങ്ങളിൽ വീട്ടിലുണ്ട്. അങ്ങനെ പുറത്ത് പോയിട്ട് അലമ്പാക്കുന്ന, വൃത്തികേടാക്കുന്ന, സിനിമാശാലയിൽ തല്ലുണ്ടാക്കുന്ന, അങ്ങാടിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പുകവലിക്കുന്ന, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നല്ല മക്കളെ, 100 വട്ടം നല്ല മക്കളെ. അപ്പം ഞങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചേ, നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ എനിക്ക് കുറേ വ്യത്യാസമൊക്കെ പറഞ്ഞു തന്നിട്ട് എല്ലാം പാടൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. എല്ലാം പാടെ പറഞ്ഞ് ഞങ്ങൾ മൂപ്പരെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, ഇവിടുത്തെ മക്കൾ നല്ല മക്കളാണ്. ആകപ്പാട് അവരെ സംബന്ധിച്ച് ഒരു മൈനസ് പറയാനുള്ളത്, കുറച്ച് മൊബൈൽ ഫോണൊക്കെ ഒരിത്തിരി, ഓൺലൈനിലൊക്കെ ഒരിത്തിരി നമ്മുടെ നാട്ടിലെ മക്കളെക്കാൾ കുറച്ച്. കാരണം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, വേറെ പുറത്തേക്ക് നടക്കാനോ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ വിരുന്ന് പോകാനോ ടൂർ പോകാനോ. അതുകൊണ്ട് വീട്ടിൽ ഇത്തിരി ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ നമ്മുടെ മക്കൾ നല്ല മക്കളാണ്, നല്ല മക്കളാണ്. അതുകൊണ്ട് തന്നെ ആ നല്ല മക്കളായ നിങ്ങൾക്ക് ഒരു നിലക്കും നിങ്ങളെ കേടുവരുത്തുന്ന ഒരു രോഗാണു നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി വരാതിരിക്കാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ നല്ല മക്കളായ ഞങ്ങൾ കേടുവരുമോ? ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന കഥകളൊക്കെ എൻ്റെ ജീവിതവുമായിട്ടും എൻ്റെ അനുഭവങ്ങളുമായിട്ടും ബന്ധപ്പെട്ട കഥകളേക്കാറും. ഞാനൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഒരു അനാഥാലയത്തിൻ്റെ ഒരു ചെറിയ നടത്തിപ്പുകാരനാണ്. എൻ്റെ സ്ഥാപനത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നൊരു ആൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ. നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല കുട്ടി, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല കുട്ടി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ അധ്യാപകരില്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർമാർ ഓനെ ആക്കുന്നു, അങ്ങനെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, കുട്ടികൾ ബഹളം വെക്കാതിരിക്കാൻ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അവനെ ഏൽപ്പിക്കാതെ, നീ നോക്കണം കേട്ടോ, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടയിലേക്ക് പോകുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ നോക്കണം, ഓനെ ഏൽപ്പിക്കുക. നല്ല കുട്ടി, എല്ലാവർക്കും ഇഷ്ടമാണ്, എന്ത് പറഞ്ഞാലും റെഡിയാണ്. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പ്രസംഗിക്കും, ഖുർആൻ മനോഹരമായിട്ട് ഓടും, ഗ്രൗണ്ടിൽ നന്നായിട്ട് പന്ത് കളിക്കും, എല്ലാത്തിനും ഉഷാറാണ്. നിസ്കാരത്തിന് ഇമാമ് നിൽക്കും, ബെസ്റ്റാണ്, നല്ല കുട്ടിയാണ്. അങ്ങനെ പിറ്റത്തെ കൊല്ലം 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിൽ ക്രിസ്മസിൻ്റെ പരീക്ഷയുടെ, അതായത് നമ്മളെ മിഡിൽ പരീക്ഷയുടെ മാർക്ക് വന്നപ്പോൾ അവൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഉസ്താദേ നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കണ്ടിട്ട് കുറച്ചായി. അവന് ഭയങ്കര മാറ്റങ്ങളുണ്ട് കേട്ടോ, പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവാണ്, മാത്രമല്ല ക്ലാസ്സിൽ ഒരു ശ്രദ്ധയില്ല, ആരോടും ഒരു സൗഹൃദമില്ല, ഇങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഉള്ളത്, ഓനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം ഞാൻ അവരുടെ വാർഡനോട് ചോദിച്ചു ആ കുട്ടി എങ്ങനെയുണ്ട്. അപ്പോൾ വാർഡൻ പറഞ്ഞു കുറച്ചായിട്ട് എന്തോ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ അവനെ ഒരു കൗൺസിലിങ്ങിന് വിളിച്ചു. നമ്മൾ അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന പെട്ടെന്ന് മാറ്റം ഉണ്ടാവുന്ന കുട്ടികളെ ഒരു കൗൺസിലിങ്ങിൽ വിളിച്ചിട്ട് അവരെ കാരണം എന്താണെന്ന് തിരയാറുണ്ട്. അങ്ങനെ കൗൺസിൽ അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ തോന്നെ ചോദിച്ചതും ഇല്ല കേട്ടോ. ആളെ നിന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എൻ്റെ നാട്ടിൽ സൈക്കിൾ കട നടത്തുന്ന ഒരാളുണ്ട്. സൈക്കിൾ നമ്മൾ സാധാരണ സൈക്കിളല്ലേ ചവിട്ടി പോണ സൈക്കിൾ അതൊക്കെ നന്നാക്കുന്ന ഒരാളുണ്ട്. അയാൾ എന്നെ വിളിച്ചു സാക്കിർ മൗലവി അതെ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ള കുട്ടിയെ നിങ്ങൾ അറിയുമെന്ന് നോക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ വാട്സാപ്പ് തുറന്നിട്ട് അദ്ദേഹം അയച്ച ഫോട്ടോ നോക്കിയപ്പോഴേ ഒരു സൈക്കിളും പിടിച്ചിട്ട് ഈ കുട്ടി ഞാൻ ഈ പറഞ്ഞ കുട്ടി ഒരു സൈക്കിളും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതാ ഫോട്ടോ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു യൂണിഫോം കണ്ടിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടിയാന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ എൻ്റെ സ്ഥാപനത്തിലെ കുട്ടിയാണ്. എന്താ പ്രശ്നം? അപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദ് ഒരു കാര്യം പറഞ്ഞിട്ട് സമയമുണ്ടോ? സമയമുണ്ട് പറഞ്ഞോളി പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞറിയോ ഈ കുട്ടി ഒരു സൈക്കിൾ എൻ്റെ കടയിൽ വിൽക്കാൻ വേണ്ടി കൊടുന്നു. ഒരു സൈക്കിള് ഞാൻ ആ സൈക്കിൾ വിലക്ക് വാങ്ങി. അപ്പോൾ ഈ സൈക്കിൾ കൊണ്ടുവരുമ്പം പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. അന്നെടുത്ത ഫോട്ടോ അത്. എന്നിട്ട് ഈ സൈക്കിൾ ഞാൻ വേറൊരാൾക്ക് വിറ്റ് കച്ചവടക്കാരനല്ലേ വേറൊരാൾക്ക് വിറ്റ്. ആ വാങ്ങിയ ആള് സൈക്കിളും കൊണ്ട് അങ്ങാടി കൂടെ പോയപ്പം വേറെ ഒരാൾ വന്നിട്ട് ഈ സൈക്കിൾ പിടിച്ചു ഇതിൻ്റെ സൈക്കിളാണ് ഇതൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയതാണ് ഞാൻ കടൻ്റെ മുമ്പിൽ നിർത്തിയ സൈക്കിളായിരുന്നു ആരോ മോഷ്ടിച്ചതാണ് നിങ്ങൾക്ക് എവിടുന്ന ഈ സൈക്കിൾ കിട്ടിയത് ഇതിൻ്റെ സൈക്കിളാണ്. അയാൾ ബഹളം വെച്ച്. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. രണ്ടാളും പാടെ ആ കടയിൽ വന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇതിൻ്റെ സൈക്കിളാണ് കണ്ടോ ഞാൻ പെയിൻറ്റ് ചെയ്താണ് ഇതിൻ്റെ സൈക്കിളാണ് ഞാൻ ബസ്സിൽ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ സൈക്കിൾ ഇവിടെ നിർത്തി വെച്ച് പോയതാണ് വന്നപ്പോൾ സൈക്കിൾ കാണാറില്ല ആരോ മോഷ്ടിച്ചതാണ്. അപ്പോൾ കടക്കാരൻ പെട്ടെന്ന് ഈ പയ്യനാണ് കൊടുത്തത് അയാൾ എനിക്ക് അയച്ചെന്നതാണ് ഈ സൈക്കിൾ ഈ കുട്ടി കൊണ്ടു. ഞാൻ പറഞ്ഞു അതാവൂല നിങ്ങൾക്ക് തെറ്റുപറ്റി ആ കുട്ടി അങ്ങനെ ചെയ്യൂല. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ ഫോട്ടോ നോക്കി സാറേ ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചെന്നില്ലേ. എനിക്കാകെ കൺഫ്യൂഷൻ കാരണം ഇത്രയും നല്ലൊരു കുട്ടി എങ്ങനെയായത് അങ്ങനെ ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചോടാ ഇത് ഇയല്ലേ ഓൻ നിഷേധിച്ചില്ല ഈ സൈക്കിള്. അപ്പോൾ എന്നോട് പറഞ്ഞേ സാറേ സൈക്കിൾ ഞാൻ സ്കൂൾ വിട്ടപ്പോൾ പുറത്ത് റോഡ് സൈഡിലൊരു സൈക്കിൾ കണ്ട് ഞാനത് പോയി കൊണ്ട് വിറ്റ് 150 റുപ്യക്ക് സൈക്കിൾ വിറ്റ് ഒരു 500-600 റുപ്യയുടെ സൈക്കിളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് വിറ്റത്. ആദ്യം ഓൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയിരുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിറ്റതാണ്. അത് കളവാന്ന് എനിക്കറിയാം നമ്മുടെ സ്ഥാപനം നന്നായിട്ട് ഭക്ഷണം കൊടുക്കും. രണ്ടാമത് ഓൻ പറഞ്ഞത് ഉമ്മ ഒരു ഫോൺ നന്നാക്കാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു ആ പൈസ എൻ്റെ പോയി ഉമ്മ വഴക്ക് പറയുന്നത് പേടിച്ചിട്ട് ഫോൺ നന്നാക്കാൻ വേണ്ടി വിറ്റത്. അപ്പോൾ ഫോൺ എവിടെ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ് അത് ഒഴിവാക്കി. മൂന്നാമത് ഓൻ പറഞ്ഞു എനിക്കൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ടായിരുന്നു ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം അതിനു വേണ്ടി ഇതൊക്കെ കളവാന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ആ കുട്ടി കരഞ്ഞുകൊണ്ട് കഥ പറഞ്ഞു സാറേ ആരോടും പറയരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞ കഥ എന്താ അറിയോ ഓനെ നല്ല കുട്ടി കേട്ടോ. സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി അവിടെ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിലൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ട് 12:30 മുതൽ 1:30 വരെ അല്ലെങ്കിൽ 1 മണി മുതൽ 2 മണി വരെ 1 മണിക്കൂറുണ്ടാവും. ഈ ലഞ്ച് ബ്രേക്കിൽ വേഗം ചോറ് തിന്നിട്ട് സ്കൂളിൻ്റെ അടുത്തൊരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടി കൂടെ ഇപ്പം വെറുതെ ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരാൾ ഓൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് മോൻ്റെ പേരെന്താ സ്ഥലം എവിടെയാ എവിടെ ഹോസ്റ്റലിൽ ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടിയാണോ ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവസാനം ഓനോട് പറഞ്ഞു മോനൊരു ഉപകാരം ചെയ്യോ. ഓ എന്താ ചെയ്യാലോ. അവൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു ദാ ആ ബസ് സ്റ്റാൻഡിൻ്റെ മേലേക്ക് ഒരു കോണിയുണ്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ ചോട്ടിൽ കള്ളിമുണ്ടെടുത്ത ഒരാൾ നിൽക്കുന്നുണ്ട് ഈ പൊതി അവിടെ കൊണ്ടുപോയി കൊടുക്കുക. ആ കൊണ്ടു കൊടുക്കാലോ. ഓനെ പെട്ടെന്ന് ഈ പൊതി വാങ്ങിയിട്ട് ഓടി അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കുട്ടികളുണ്ട് ആളുകളുണ്ട് അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് ഓന പിന്നെ പൊതി അവിടെ കൊടുത്തിട്ട് ഓൻ പോന്നു. തിരിച്ച് ഇയാൾ ഞാൻ കൊടുത്തിട്ടോ. അപ്പോൾ അയാൾ അവന് 20 റുപ്യ കൊടുത്തു. 20 റുപ്യ അവന് സന്തോഷമായി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓൻ സ്കൂളിൽ പോയിട്ടോ. പിറ്റേ ദിവസം ഓൻ അവിടെ വന്നപ്പോൾ ഇയാൾ കാത്തിക്കുന്നുണ്ട്. അന്നും ഇതേപോലെ ഒരു പൊതി ഏൽപ്പിച്ചു ഓൻ കൊണ്ടേ അന്നും അവന് 30 റുപ്യ കിട്ടി. അപ്പോൾ അവന് സന്തോഷം കൂടി. മൂന്നാമത്തെ ദിവസമാണ് ഇവൻ വന്നപ്പോൾ ഇയാളൊരു സൈക്കിളായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഈ സൈക്കിള് താഴെ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട ഉന്തി കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഓൻ പറഞ്ഞു ഉന്തി കൊണ്ടുപോയാൽ സ്കൂളിൽ വെല്ലടിക്കും ഞാൻ വരുമ്പോഴേക്ക് ടീച്ചർ ചീത്തറിയും അതൊന്നും പറ്റൂല ഈ കൊണ്ടേ കൊടുക്കണം. അയാളുടെ ഭാവം മാറി ദേഷ്യം വന്ന അയാൾക്ക്. അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ കൊണ്ടുപോകില്ല എനിക്ക് സമയമില്ല നേരം വൈകിയ ടീച്ചർ ചീത്തറിയും. അപ്പോൾ ഇയാൾ ഇവൻ്റെ കൈ പിടിച്ചിട്ടേ 2 ഷോപ്പിൻ്റെ ഇടയിലുള്ള ഒരു ഇടവഴിയുണ്ട് വീതി കുറഞ്ഞ ആ ഇടവഴിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവന് പേടിയായി. ആ ഇടവഴി കൊണ്ടുപോയിട്ട് ഇയാൾ ഇവനോട് പറഞ്ഞേ ഇന്നലെയും മിനിഞ്ഞാന്നും ആ ബസ് സ്റ്റാൻഡിൽ ആ പൊതി കൊണ്ടുപോയി കൊടുത്തത് നീയല്ലേ? ആ ഞാനാ കൊണ്ടുപോയി കൊടുത്തത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ? അതെ. ആ പൊതിയിൽ എന്താണെന്ന് എനിക്കറിയോ? എനിക്കറിയില്ല. അയാൾ
അയാളെ മടിയിന്ന് അതേപോലത്തെ ഒരു പൊതി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു കറുപ്പ് നിറത്തിലുള്ള ഉണങ്ങിയ ചെറിയ ചെറിയ തൂമ്പ് പോലത്തെ ഇലകൾ. കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇയാൾ ഇതെന്താ അറിയോ? ഇല്ല, ഇതാണ് കഞ്ചാവ്, കഞ്ചാവാണ്. ഇവൻ ആകെപ്പാടെ തരിച്ചുപോയി. കാരണം കഞ്ചാവ് എന്നിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുക എന്നല്ലാതെ അത് സാധനം കാണുന്നത് ആദ്യമായിട്ടാണേ. ആകെ പേടിച്ച ഇവനോട് ഇയാൾ പറഞ്ഞ്, ഇന്നലെയും മിനിഞ്ഞാന്നും ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കഞ്ചാവ് കൊണ്ടുപോയത് ആരാണ് എന്ന് പോലീസ് തിരയുന്നുണ്ട്. ആളെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ജയിലിലിട്ട് ഓൻ്റെ കാല് പോലീസുകാർ ഓടിക്കും. മാത്രമല്ല ബാപ്പാനും ഇമ്മാനും ഒക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോകും. നീയാണ് ആ കഞ്ചാവ് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയതെന്ന് ആ പോലീസുകാരറിഞ്ഞാൽ നിന്നെ പിടിക്കും, നിൻ്റെ വാപ്പാനെ പിടിക്കും, നിൻ്റെ ഉമ്മാനെ പിടിക്കും, നിങ്ങളൊക്കെ ജയിലിലാവും. ഇവനാകെ പേടിച്ച് ശ്വാസം കിട്ടാതെ. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാനത് ആരോടും പറയില്ല, പറയാതിരിക്കണമെങ്കിൽ ഈ സൈക്കിൾ കൊണ്ടുപോയി കൊടുക്കണം. ഇവൻ പേടിച്ചിട്ട് പാവം ഈ സൈക്കിൾ ഉന്തിക്കൊണ്ടുപോയി കൊടുത്ത് ആകെ പ്രശ്നമായി. നേരം വെക്കി ടീച്ചർ ചീത്ത പറഞ്ഞ് ആകെ പ്രശ്നമായി. ഇപ്പോൾ അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പോലീസുകാരൻ്റെ കാക്കി ഡ്രസ്സ് കാണുമ്പോൾ ഇതിന് പേടിയാണ്. എന്നെ പിടിക്കാൻ വരുവാണോ പോലീസുകാർ? സ്കൂളിൽ പഠിക്കാൻ പറ്റണില്ല, അധ്യാപകരെടുക്കുന്ന പാഠം പഠിക്കാൻ പറ്റണില്ല, ഓന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പറ്റുന്നില്ല. ഓൻ്റെ മനസ്സിലാകെ പേടി, പോലീസ് പിടിക്കുമോ, പോലീസ് പിടിക്കുമോ, പോലീസ് പിടിക്കുമോ. 10ാം ക്ലാസ്സിലെ പരീക്ഷ 2 പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ 3ാമത്തെ ദിവസത്തെ പരീക്ഷക്ക് ഓനെ കാണാനില്ല. 2 പരീക്ഷ എഴുതി, 3ാമത്തെ പരീക്ഷക്ക് ഓനെ കാണാനില്ല. ഞങ്ങളൊക്കെ ബേജാറായി. എവിടെ കുട്ടുവാനെവിടെ? സ്കൂളിൽ പോയിട്ടുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല. പിന്നെ എങ്ങോട്ടാണ് പോയത്? ആകെ തെരഞ്ഞു. അവസാനം വൈകുന്നേരം ഓൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണേ, സാറേ ഓമ്പട് എത്തിയിട്ടുണ്ട്, എന്താ ഓന് പരീക്ഷ അല്ലേ, എന്താ അപ്പം പോകുന്നത്? അപ്പോൾ ഓൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിയിട്ടുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങുന്നില്ല, പകലെന്തൊക്കെയോ വെറുതെ സംസാരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക, പരിചയമുള്ള ആൾക്കാരെ കണ്ടാൽ അറിയുന്നില്ല. അവൻ്റെ നോക്കി നിങ്ങൾ, ഒരു നല്ല കുട്ടി, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് ഒരുപാട് കാലം ഞങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു നല്ല കുട്ടിക്ക് സംഭവിച്ച ഒരു അപകടം നോക്കാൻ നിങ്ങൾ. ആ കുട്ടിയാണോ തെറ്റ് ചെയ്തത്? ആ കുട്ടി അല്ലല്ലോ തെറ്റ് ചെയ്തത്. ആരാ തെറ്റ് ചെയ്തത്? അവനെ തെറ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന മാരകമായ ചില രോഗാണുക്കൾ അവൻ്റെ ചുറ്റുഭാഗത്തുണ്ടായി. അതവന് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇതൊരു ആൺകുട്ടിൻ്റെ കഥ. ഒരു പെൺകുട്ടിൻ്റെ കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കാം. ഇതേപോലെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഡിഗ്രിയാണ്. ഡിഗ്രി 3ാം വർഷത്തെ പരീക്ഷയിൽ തോൽക്കുകയാണ്. തോറ്റ കുട്ടിയെ നമ്മൾ കൗൺസിൽ ചെയ്തപ്പോഴാണേ ആ കുട്ടിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ കുട്ടി നല്ല കുട്ടിയാണ്. അപ്പം ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയണേ, ഡിഗ്രി 1ാം വർഷത്തിൽ, ഡിഗ്രി എത്ര കൊല്ലം നമ്മുടെ നാട്ടിലേക്ക് അറിയോ? 3 കൊല്ലം. ഡിഗ്രി 1ാം വർഷത്തിൽ ഈ കുട്ടി ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഒരാൺകുട്ടി ഇവളോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇവക്ക് ആ ജാതിയൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഓള് മെയിൻറ്റെയിൻ ചെയ്തതല്ല. ആ കൊല്ലം മുഴുവനോ പിന്നാലെ നടന്ന്, പിറ്റത്തെ കൊല്ലം പിന്നാലെ നടന്ന്, ഓള് ശ്രദ്ധിച്ചതേയില്ല. നല്ല കുട്ടിയാണ്, ശ്രദ്ധിച്ചതേയില്ല. 3ാമത്തെ വർഷത്തിൽ ഓള് ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ അവളുടെ ക്ലാസ്സിലെ കൂട്ടുകാരികളൊന്നും അവളോട് മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഭയങ്കര കനം. ഈ കുട്ടി പാവൊറ്റയ്ക്ക് എന്താ അറിയണില്ല. അവസാനം അവൾ ചോദിച്ചത്രേ, നിങ്ങൾ എന്താ എന്നോട് മിണ്ടാത്തത്? അപ്പോൾ അവരൊക്കെ പാടെ പറഞ്ഞ്, ഇവൻ എത്ര കാലമായി നിൻ്റെ കൂടെ നടക്കുന്നത്, നിനക്കെന്താ ഓനോടൊന്ന് സംസാരിച്ചാൽ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എനിക്കെൻ്റെ വാപ്പയും ഉമ്മയും അവരാണ് വലുത്, അവരെക്കാൾ എനിക്ക് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ എനിക്കിഷ്ടമല്ല. പക്ഷേ ഈ പെൺകുട്ടികൾ പറഞ്ഞത്രേ, ഇനി നീ അവനോട് സംസാരിച്ചെങ്കിലേ ഞങ്ങൾ നീയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിരിച്ചു വിട്ട് മുണ്ടൂല, ഞങ്ങൾ എൻ്റെ പണിയൊക്കെ ഇറങ്ങും. ഈ കുട്ടി ക്ലാസ്സിൽ ഒറ്റപ്പെട്ട് അവസാനം കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ പയ്യനോട് സംസാരിച്ച്, ആ പയ്യനാവട്ടെ ആന കള്ളനായിരുന്നു. ഒരു പെൺകുട്ടിനെ വലയിൽ വീഴ്ത്താനുള്ള സകല തന്ത്രം അവൻ്റെ അടുത്തുണ്ട്. എന്തായാലും ആ പെൺകുട്ടിനെ വളച്ചാകെ നാശാക്കി, പഠിക്കാൻ പറ്റാതാക്കി, ഇടങ്ങറായി, ഡിഗ്രിക്ക് തോറ്റ് ആ കുട്ടി പോയി. ഞാൻ എന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മാനെ വിളിച്ചു, അല്ല എങ്ങനെയുണ്ട് അവസ്ഥ? പിന്നോട് പറയുസ്താതെ ഒന്നും പറയാൻ പറ്റൂല, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല, ഭയങ്കര ദേഷ്യമാണ്, വീട്ടിൽ ആരെയും കണ്ടിട്ട് വരെ കണ്ടുകൂടാ, വീട്ടിൽ കയറി വാതിലടച്ച് അങ്ങനെ ഒരുപാട് നേരം റൂമിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ സങ്കടം പറഞ്ഞ് കരയുക. നല്ലൊരു കുട്ടി പോയ പോക്ക് നോക്കി നിങ്ങൾ. ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാ പോയത്? അല്ലല്ലോ. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാടുകളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ വേട്ടയാടി പിടിക്കാൻ കാത്തിരിക്കുന്ന അതിസൂത്രശാലികളായ ചില കുറുക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അത് ഇവിടെയുണ്ട്, അവിടെയുണ്ട്.
അവർക്ക് നിങ്ങളെ വേട്ടയാടി പിടിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് 52 വയസ്സായി, ഇനിയൊന്നും വേട്ടയാടി പിടിച്ചിട്ട് തോനൊന്നും കിട്ടാല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ളവരെ പിടിച്ചാൽ ഒന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി നിങ്ങളെ മാറ്റണം, അതാ ഓല ഒരാവശ്യം. 2 വൃത്തികെട്ട ചില പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കണം, അതാണ് ഓല ആവശ്യം. 3-മത്തേത് പടച്ച റബ്ബിൻ്റെ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം, അതാണ് അവരുടെ ആവശ്യം. ഇത്തരം ചില ദുരന്തങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് ഇവിടെ, നിങ്ങളറിയാതെ. നിങ്ങൾ നല്ല മക്കളാണ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷെ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് പതുക്കെ അപകടത്തിലൂടെ കയറി വരാൻ അവർക്ക് സാധിക്കും. ചിലപ്പോൾ ഒരു പാട്ടിലൂടെ കാരണം, ഒരു നല്ല പാട്ട്, ആ പാട്ടിലിങ്ങനെ ഓരോ വരികളും നമ്മുടെ ഉള്ളിലിങ്ങനെ കൊള്ളുമ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഇങ്ങനെ വരും. ചിലപ്പോൾ ഒരു സൗഹൃദം, ഒരു കൂട്ടുകെട്ട്, ചില സുഹൃത്തുക്കൾ. ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുമ്പോഴേ നമ്മൾ ചോദിക്കാറുണ്ട്, എടോ ഇത് അപകടം നിനക്കറിയില്ലേ, പിന്നെ എന്തിനാ നീ ഉപയോഗിച്ചത്? അപ്പം അവർ പറയുന്നൊരു വാക്കെന്താ അറിയോ? സാറേ അപകടം എന്നറിയനി, പക്ഷേ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പാടെ കൂടിക്കാണ്ടേ എല്ലാവരും ഒരിത്തിരി ഉപയോഗിച്ചപ്പോൾ എന്നോടും ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിച്ചപ്പോൾ ഇനി ഒരിക്കലും ചെയ്യൂല എന്ന ഉറപ്പിൽ ഞാനത് ചെയ്തു സാറേ. പിന്നെ ഞാൻ പലപ്പോഴും അത് ആവർത്തിച്ചു, ഇപ്പം എനിക്ക് മടങ്ങിപ്പോരാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ 2-മത്തെ ഭാഗം പറഞ്ഞു തീർക്കുകയാണ്. എന്താ 2-മത്തെ ഭാഗം? നിങ്ങളെ രോഗികളാക്കി അപകടപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരുപാട് വിഷസർപ്പങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവർ നിങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ട്. അത്തരം വിഷസർപ്പങ്ങളുടെ മാരകമായ അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങളെ നേരത്തെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ്. മക്കളെ, അങ്ങനെ ഒരാൾ വിളിക്കുമ്പോഴല്ല ഞാനല്ല, ഒരാൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ വേണ്ട, എനിക്ക് വേണ്ട, അത് പറയാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരലാണ് ഈ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വേറെ ഒന്നുമില്ല. ഒരു പിരിവെടുക്കുക, പൈസ വാങ്ങുക, അതൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളോട് ഈ സംസാരിക്കുന്നത് നിങ്ങൾ നാളെ ഒരപകടത്തിലേക്ക് വീണു പോകാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ഒരു പ്രവാചകന് ഈ ലോകത്ത് ചെയ്യാനുള്ള ഡ്യൂട്ടി എന്താ മുഹമ്മദ് നബിക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ള ഡ്യൂട്ടി? നിങ്ങൾ ഈയാമ്പാറ്റകൾ കേട്ടിട്ടുണ്ടോ? എന്താ ഈയാമ്പാറ്റ പറഞ്ഞാൽ? കേട്ടിക്കണല്ലേ? ഈ നന്നായിട്ട് മഴ പെയ്തുകാണ്ടേ ഈ മണ്ണ് തണുത്ത് കഴിയുമ്പോഴേ ഈ മണ്ണിൻ്റെ ഉള്ളിൽ ചെറിയ ദ്വാരത്തിലൂടെ ഒരു പാറ്റങ്ങനെ വരൂലേ, ഈ കത്തുന്ന വെളിച്ചത്തിൻ്റെ ബൾബിൻ്റെ ഒക്കെ ചോട്ടിൽ ആ പാറ്റങ്ങട്ട് നിറയും. അപ്പം നമ്മൾ എന്താ ചെയ്യല്? ലൈറ്റ് ഓഫാക്കും, ആ പാറ്റ പോകാൻ വേണ്ടി. പാവം പാറ്റകളാണ്, മണ്ണിൻ്റെ ഇരുട്ടുന്ന് വരിക, ഈ വെളിച്ചം കാണുമ്പോൾ എല്ലാം പാടെ ഈ വെളിച്ചത്തിക്ക് വരികയാണ് ആഘോഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈയാമ്പാറ്റകളെ കൊണ്ട് ഭയങ്കര ശല്യക്കാരം. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പാറ്റേക്കാരം. പണ്ട് പറഞ്ഞാൽ ഈ കറണ്ടിൻ്റെ ബൾബൊക്കെ വരുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കലാണ്. നിങ്ങൾ മണ്ണെണ്ണ വിളക്ക് കണ്ടിക്കണോ? കണ്ടില്ലേ? ഈ മണ്ണെണ്ണ വിളക്ക് ഈ പാറ്റ വന്ന് ഇങ്ങനെ കെടുത്തും. അപ്പോൾ ഈ പാറ്റൻ്റെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്യാറിയോ? ഈ കടലാസുകളും ഉണങ്ങിയ ഇലകളൊക്കെ കൂട്ടിയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് കൂട്ടിയിട്ട് തീയാൻ കത്തിക്കും. ആ തീയിലേക്ക് ഈ പാറ്റകൾ ഒന്നായിട്ട് പാറി വരുമ്പോൾ ഈ തീയിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഈ പാവം പാറ്റയ്ക്ക് അറിയാം തീയിന് ചൂടുണ്ട്. അപ്പോഴേക്ക് ചിറക് കരിഞ്ഞ് ആ തീയിൽ വീണ് ആ പാറ്റകൾ കരിഞ്ഞാൽ പോകും. 10 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ പാറ്റ പോലും ബാക്കിയില്ലാതെ മുഴുവനും നശിച്ചു പോകും. പാവം പാറ്റകൾ. ഈ പ്രകാശത്തിൻ്റെ ചൊറുക്കല്ലാതെ അതിൻ്റെ ചൂടോൽക്കറിയില്ല. അതേപോലെ ഈ ലോകത്ത് ചില സംഗതികൾ കാണുമ്പോൾ അതിൻ്റെ രസം കണ്ട് നമ്മൾ മനുഷ്യന്മാർ അതിലേക്ക് ഇങ്ങനെ ഓടിപ്പോവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അരയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, പൊന്നാര സഹോദര പോകരുത്, അവിടെ പോയാൽ ആ തീയിന് ചൊറുക്ക് മാത്രമല്ല ഭയങ്കര ചൂടുണ്ട്, അത് നിങ്ങളെ കത്തിച്ച് കളയുമെന്ന് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. നമ്മളും അതിനെ ചെയ്യണേ. എനിക്കും അതാ പറയാനുള്ളത്. ഈ മക്കളൊക്കെ എനിക്കെൻ്റെ മക്കളെപ്പോലെ പ്രിയപ്പെട്ട മക്കളാണ്. ആ മക്കളായ നിങ്ങൾ നാളെ ഒരപകടത്തിൽപ്പെട്ടു എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റൂല. അതുകൊണ്ട്
ആ അപകടത്തിലേക്ക് നമ്മൾ ചെന്നെത്താതിരിക്കാൻ നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിക, അതാണ് എൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് എൻ്റെ വിഷയം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഒരുപാടൊന്നും പറയില്ല, കുറച്ച് നേരം. നിങ്ങളൊക്കെ കുറേ നേരമായി വന്നിരിക്കുന്നവരാ, അതുകൊണ്ട് തന്നെ നിങ്ങളെ മുഷിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. കുറച്ച് സമയം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ, മനുഷ്യൻ എന്ന നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും ദുർബലരായ ജീവിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നായനെ ഇവിടെ ഒരു കാറ് തട്ടി, ഒരു ബൈക്ക്, ഒരു കുട്ടി ബൈക്ക്. നിങ്ങളൊക്കെ നാട്ടിൽ ബൈക്കിൽ യാത്ര ചെയ്യാറില്ലേ? ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു നായ മുന്നിലേക്ക് ചാടിയാൽ എന്താ സംഭവിക്കുക? ചാടിക്കുന്ന എപ്പോഴെങ്കിലും ചാടിയ സംഭവിക്കറിയോ? നായും വീഴും, നമ്മൾ വീഴും. നായ വീണാൽ ചിലപ്പോൾ നായൻ്റെ ഒരു കാല് മുറിഞ്ഞാൽ എന്താ സംഭവിക്കുക? നായ ആ കാലിങ്ങനെ പൊന്തിച്ച് പിടിച്ച് ബാക്കി 3 കാലുകൊണ്ട് മൈ 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 അറിഞ്ഞാണ് പോകും. എങ്ങോട്ടാ പോയത്? മെഡിക്കൽ കോളേജൊക്കെ പോയത്? ഇല്ല, നായ അങ്ങോട്ട് പോയി. എന്നാൽ ആ ബൈക്കുമെന്ന് വീണ നമ്മളോ? കാല് പൊട്ടിയ നമുക്ക് അവിടുന്ന് എണീക്കണമെങ്കിൽ ആര് വരണം? ഒരു 4 ആൾക്കാർ അപ്പുറത്തുനിന്ന് വരണം. എന്നിട്ട് ആംബുലൻസ് വിളിക്കണം. ആംബുലൻസിൽ നമ്മളെ എടുത്ത് കിടത്തണം. ആശുപത്രിയിൽ പോകണം. ഓർത്തോ എല്ലിൻ്റെ ഡോക്ടറെ കാണണം. എല്ല് പൊട്ടിയിട്ടുണ്ട്, കമ്പി ഇടണം, പ്ലാസ്റ്റർ ഇടണം, ആനിടണം, ചേനിടണം. 6 മാസം കാല് അനക്കാതെ വെക്കണം. പിന്നെങ്ങനെ താങ്ങി മെല്ലെ നടക്കണം. ബാത്റൂമിക്ക് പോകണമെങ്കിൽ ഒരാളിങ്ങനെ ഏറ്റിക്കൊണ്ടോണം. കഞ്ഞി വേണമെങ്കിൽ ഉമ്മ അങ്ങനെ മുക്കി കൊടുക്കണം. എന്താ ഇടങ്ങേറില്ലേ? നമ്മളെപ്പോലെ കാല് മുറിഞ്ഞ നായ എന്തായത്? നായ ഓടിപ്പോയി 15 ദിവസം കൊണ്ട് നായൻ്റെ കാല് ശരിയായി. 15ാം ദിവസം നായുണ്ട് 4 കാലും അങ്ങനെ വരുന്നു. ഒരു കുഴപ്പമില്ല. കമ്പി ഇടണ്ട, പ്ലാസ്റ്റർ ഇടണ്ട, എക്സ്റേ എടുക്കണ്ട, ആശുപത്രിയിൽ പോകണ്ട, എവിടെയും പോകണ്ട. ഒരാൾ താങ്ങാനില്ല, ബാത്റൂമിൽ കൊണ്ടുപോകാൻ ആൾ വേണ്ട, ഭക്ഷണം കൊടുക്കാൻ ആൾ വേണ്ട. നായ 15 ദിവസം കൊണ്ട് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തി. നമ്മളോ 2 കൊല്ലം കഴിഞ്ഞ് നടക്കുമ്പോൾ കാണാം ഇങ്ങനെ ഏന്തി എന്താ എൻ്റെ കാലിനെറിഞ്ഞ് ഉണ്ടല്? അതൊന്നുമില്ലേ, അത് 2012 ആ ബൈക്കുമെന്ന് വീണില്ലേ? അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏറ്റവും ദുർബലനാണ് നമ്മൾ. വിചാരിക്കും നമ്മൾ ഭയങ്കര ശക്തരാണ്, ചന്ദ്രനിൽ പോയിട്ടുണ്ട്, ചൊവ്വയിൽ പോകാൻ നിൽക്കുകയാണ്, അത് കഴിഞ്ഞാൽ ബുധനിൽ പോകും. നമ്മളതൊന്നുമല്ല, നമ്മൾ പാവങ്ങളാണ്. അപ്പം നിങ്ങളിങ്ങനെ ഈ ഇടവഴി കൂടെ അങ്ങനെ വരികയാണ്. ഈ ഇടവഴി കൂടെ ഇടവഴിയില്ല, അപ്പുറത്ത് കൂടെ ആയിക്കൂടെ അങ്ങനെ ഇവിടെ മദ്രസക്ക് വരിക പുസ്തകമൊക്കെ ആയിട്ട്. ഒരു നായങ്ങളെ പിന്നാലെ കൂടി എന്താ സംഭവിക്കുക? ഓടും അല്ലേ? ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് നോക്കും? ഒരു കല്ലോ വടിയോ കിട്ടാണ്ടോ നോക്കൂലേ? നിങ്ങൾക്ക് നായനോട് പറഞ്ഞൂടെ, നായേ ഈ എന്തിനാ എന്നെ ഓടിക്കണം? എൻ്റെ ബാപ്പ അവിടെ കമ്പനിയിൽ എഞ്ചിനീയറാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ്, എനിക്ക് അത്ര പൈസ ഉണ്ട്, എനിക്ക് ഇത്ര പൈസ ഉണ്ട്, ജിന്നെ ഓടിക്കോ. നായ ഒരു കാര്യമല്ല. നായ നമ്മുടെ പിന്നാലെ കൂടിയാൽ നമ്മൾ ഓടിയേ പറ്റൂ. എന്താ കാരണം? എന്തിനാണ് നമ്മൾ ഓടിയത്? ആ നായക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ആയുധം നായൻ്റെ പല്ല. അത് നായൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് നായനെ തിരിച്ചു ഉപദ്രവിക്കണമെങ്കിൽ ഈ പല്ലോട് കടിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് വേണം? ഒരു വടിയോ കല്ലോ പുറത്തുനിന്ന് കിട്ടണ്ടേ? അത് എടുക്കാൻ ഈ നായ സമയം തരണ്ടേ? നായ പിന്നാലെ കൂടിയത് നമ്മൾ ഓടുന്നെ, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പം അങ്ങനെയാണ്. ഒരു നായേക്കാൾ ദുർബലനാണ്. രാത്രിയൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോഴേ ഒരു കൊതുക് വിചാരിച്ചാൽ മതി നമ്മളെ ഉറക്ക് കളയാൻ. ഇപ്പോൾ ഞാൻ ഈ പോരിന് 2 ദിവസം മുമ്പേ സ്കൂളിൽ ഈ വെക്കേഷന് തൊട്ട് മുമ്പ് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലെ കുട്ടി പരീക്ഷയ്ക്ക് പോയില്ല. കാര്യങ്ങൾ ഈ പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ കാലിലെന്തോ പാമ്പ് കൊത്തിയതുപോലെ തോന്നിനാ. പാമ്പ് കൊത്തിയതുപോലെ ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ച് കടന്ന് 2 ദിവസം കടന്ന് 3 ദിവസം കടന്ന് അവസാനം മനസ്സിലായത് കടിച്ചത് പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ വിഷമില്ലാത്ത പാമ്പില്ലേ, നീർക്കോലി, വെള്ളത്തിൽ കൂടെ അങ്ങനെ പോണ നീർക്കോലി, ആ നീർക്കോലിയെ കടിച്ചു. പക്ഷെ നീർക്കോലി കടിച്ചിട്ടും ഇവൻ്റെ 3 ദിവസത്തെ പരീക്ഷ പോയി, ആശുപത്രിയിൽ വലിയ ബില്ലായി, വീട്ടുകാർക്ക് ബേജാറായി, പ്രശ്നമായി. ഒരു നീർക്കോലി വിചാരിച്ചാൽ പോലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുന്നു. നമ്മളത്ര പാവങ്ങളാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് തോറ്റുപോകാതിരിക്കാൻ അള്ളാഹു ഈ ലോകത്തൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ആ സംവിധാനം? നമ്മൾ ഒറ്റക്കാവാതിരിക്കാൻ നമുക്കൊരു കുടുംബമുണ്ട്. നമുക്ക് ബാപ്പുണ്ട്, നമുക്ക് ഉമ്മുണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, ഇത്താത്തുണ്ട്, ഇക്കാക്കുണ്ട്, അനുജനുണ്ട്, അനുജത്തുണ്ട്, അമ്മാവനുണ്ട്, അമ്മായിണ്ട്. അങ്ങനെ ഒരു നല്ല കുടുംബത്തിൻ്റെ ഭദ്രതയിൽ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആദ്യം ഈ വിവരം നമ്മൾ ആരെ വിളിച്ച് പറയാം? നിങ്ങളെ ബാപ്പനെ വിളിക്കുക, ബാപ്പമ്മാനെ വിളിക്കുക. പിന്നെ ഇവിടെ ആരാ? നമ്മുടെ അടുത്ത ബന്ധുക്കൾ, ഓലെ വിളിക്കുക. പിന്നെ നാട്ടിലെ അടുത്ത ബന്ധുക്കളെ വിളിക്കുക. നമ്മുടെ ബന്ധുക്കളുടെ ഉള്ളിലാണ് സുരക്ഷിതമായി നമ്മൾ ജീവിക്കുന്നത്. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു ഏർപ്പാടാ.
ആ ബന്ധുക്കളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്ന് നമ്മൾ സുരക്ഷിതരാണ്. രണ്ട് നിലക്ക്. ഒന്ന്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വാപ്പി എളാപ്പി അമ്മോനും ഒരു 10-15 കുടുംബക്കാരും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. പേടിയേക്കാരാ. ഓളെ ഭർത്താവ്, ഓളെ വാപ്പ പട്ടാളത്തിലാ, ഓളെ ആങ്ങളുണ്ടല്ലോ, ഓളെ ആങ്ങളെ പോലീസ് SI ആണ്, ഓളെ അമ്മ ഉണ്ടല്ലോ, ഓളെ അമ്മ DIG ആണ്, എന്നാ അങ്ങോട്ട് പോകണ്ട, അമ്മ അങ്ങോട്ട് പോരും അറിയും. എന്താ അറിയോ, ഒരു കൃത്യമായ ശക്തമായ കുടുംബത്തിലാണ് നമ്മളെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ നശിപ്പിക്കാനോ ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞ് നിങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ച് നിൽക്കണം. ഞാനേ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദോ ആ ഉമ്മാൻ്റെ ഒരു +2 ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മോളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ മോൾക്ക് ഉമ്മാനോട് ഭയങ്കര ദേഷ്യമാണ്, ഉമ്മ എന്ത് പറഞ്ഞാലും മോള് ദേഷ്യപ്പെടുന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ കൊടുന്നത്. അപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞ് പറഞ്ഞയച്ചു. ഒരാഴ്ച ആയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞേ, ഉസ്താദേ എൻ്റെ മോളെ കാണാനില്ലായിരുന്നു. രാവിലെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കണം, കാണാനില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ആ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഉമ്മ പറഞ്ഞ്, ഉസ്താദേ മോളെ കിട്ടിക്കണമല്ലോ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് അവളെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വന്നിട്ടുണ്ട്, സ്റ്റേഷനിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആലുവയിലേക്ക് പോവുകയാണ് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവർ ആ മോളെയും കൊണ്ട് വീട്ടിലെത്തിയിട്ട് പിറ്റേന്ന് ആ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ആ മോളോട് സംശയം എങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഓട് പറയണേ, എനിക്ക് എൻ്റെ അമ്മാനോടും ബാപ്പാനോടും ഭയങ്കര ദേഷ്യം. എന്തേ? ഒന്നുമില്ല, മൊബൈൽ നോക്കാൻ അയക്കൂല, തൊടാൻ അയക്കൂല, കൂട്ടുകാരികളെ കൂടെ വിടൂല, ഒരു ഭയങ്കര സ്ട്രിക്റ്റാണ്, അതുകൊണ്ട് എനിക്ക് ഓലോട് ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? അപ്പോൾ അവളുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു കൂട്ടുകെട്ടുണ്ട്, സൗഹൃദം. അവർ എറണാകുളത്തേരത്രേ. അവർ പറഞ്ഞോലോ, ഇങ്ങോട്ട് പോര്, ഞങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എൻ്റെ അമ്മയും ബാപ്പി ഇത്ര മോശക്കാരാണെങ്കിൽ എന്തിനാ ഓല കൂടെ ഒരു അടിമയായിട്ട് നിൽക്കണേ? ഇങ്ങോട്ട് പോര്, ഞങ്ങൾക്ക് നമ്മുടെ കൂടെ ജീവിക്കാലോ. അങ്ങനെ ഓരോ വാക്ക് കേട്ട് ഓള് കയറിയതാ ആലുവയ്ക്ക്. ആലുവ ചെന്നപ്പോൾ വൈകുന്നേരം അയക്കണ്. ഒരൊറ്റ ഒന്നിനെ കിട്ടും. ഓളെ കയ്യിൽ മൊബൈലുണ്ട്. ഓളെ ഓരോ കൂട്ടുകാർക്ക് വിളിച്ച് എന്താ പറഞ്ഞറിയോ, ഞാൻ വീട്ടിലാണ്, എൻ്റെ ഉമ്മ ഇപ്പം പുറത്തിറങ്ങാൻ അയക്കൂല, ഞാൻ വീട്ടിലാണ്, എൻ്റെ അച്ഛൻ പോരാൻ അയക്കൂല, ഞാൻ വീട്ടിലാണ്, ഞാൻ എല്ലാവരും വീട്ടിലാണ്, ഓല അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ജീവിക്കുകയാണ്. ഇവള് മാത്രം ഇവരെ വർത്താനം കേട്ട് ഉമ്മാനെയും ബാപ്പാനെയും വെറുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കുക. വൈകുന്നേരമായി, റെയിൽവേ സ്റ്റേഷനിൽ ഇരുട്ടത്ത് ഇടങ്ങേറായപ്പോഴവൾക്ക് പേടിയായത്. അപ്പോൾ ഓള് ഒരു പോലീസുകാരൻ്റെ എത്തിയെന്ന് പറഞ്ഞതാ, സാറേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്, എന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന്. ഇങ്ങനെയൊക്കെ ചില ദുരന്തങ്ങൾ നിങ്ങളെ പ്രായത്തിൽ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ നിങ്ങളെ പറ്റിക്കും. നിങ്ങളെ വീട്ടിൽ ബാപ്പ പറയുന്നത് കേൾക്കണം, ഉമ്മ പറയുന്നത് കേൾക്കണം, എന്തൊരു ഇടങ്ങേറാണ് ഈ അവിടുന്ന് ഇറങ്ങിപ്പോ നോക്കിയാൽ നമുക്കിവിടെ സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ എന്ന് പറയുന്ന ചില കൂട്ടുകാർ ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവും. അവരിങ്ങനെ പറയും, എന്ത് സുഖ, രാത്രി സിനിമക്ക് പോവാ, അത് കഴിഞ്ഞ് കടപ്പുറത്ത് പോകാം, പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ അവിടെ പോയി കിടന്നുറങ്ങാം, ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ, എന്തൊരു സുഖൈക്കാരം എന്ന് പറയുമ്പോൾ തോന്നും, എന്തൊരു സുഖൈക്കാരം, എന്തൊരു സുഖൈക്കാരം. ഒരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു കഥ കേട്ടില്ല? നിങ്ങൾ ഒരു പട്ടത്തിൻ്റെ കഥ അത് കേട്ടോ നിങ്ങൾ? എന്നാൽ ഒന്നും കൂടി കേട്ടോളി, കേട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ പട്ടം കണ്ടുണ്ടോ? ആ പട്ടം എന്ന് പറഞ്ഞാൽ അത്രയല്ലേ, വെട്ടിണ്ടാക്കിയിട്ട് നൂല് പിടിച്ചിട്ട് കടപ്പുറത്ത് ഇങ്ങനെ ആ പട്ടം ഇങ്ങനെ മേലേക്ക് പറന്നു. അത് കണ്ട് നമ്മളൊക്കെ കടപ്പുറത്ത് പോയിട്ട് 50 ഉറുപ്പ്യക്ക് പട്ടം വാങ്ങിയില്ലേ? പട്ടം വാങ്ങി വീട്ടിൽ വന്ന് കണ്ട് മുറ്റത്ത് വന്ന് കണ്ട് നമ്മൾ പട്ടം പറത്തിയപ്പോൾ എന്തായത്? കുത്തന കാലിൻ്റെ ചോട്ടിൽ. അത് പറന്നില്ല. എന്തേ പറക്കാഞ്ഞ്? ഈ പട്ടം പറക്കണമെങ്കിൽ ആ പട്ടത്തിൻ്റെ നൂല് പിടിക്കുന്നുണ്ടല്ലോ, അതിനൊരു കഴിവുണ്ട്. ആ നൂല് ശരിക്കും ഇങ്ങനെ പതുക്കെ വലിച്ച് ഇങ്ങനെ ആ നൂല് കൈകാര്യം ചെയ്താലേ ആ പട്ടം മേലേക്ക് പോകുള്ളൂ. ഈ നൂല് പിടിക്കുന്നവൻ്റെ കഴിവാണ് ആ പട്ടത്തിൻ്റെ പോക്ക്. നൂല് പിടിക്കുന്ന നല്ല പരിചയമുള്ളവരാണോ പട്ടം ഒരുപാട് ദൂരത്തെത്തും. നൂല് പിടിക്കണോ പരിചയമില്ലാത്ത ആളാണോ പട്ടം കുത്തനെ താഴത്തേക്ക് വരും. അങ്ങനെ ഒരു പട്ടം, ഇത് കഥ കേട്ടോ, കഥയിൽ ചോദ്യമല്ലേ, പറയണമെന്ന് കേട്ടാൽ മതി. അങ്ങനെ ഈ പട്ടം ഇങ്ങനെ ആരോ ഒരു കടപ്പുറത്തൊരു കുട്ടി ഇങ്ങനെ പട്ടം പറത്തേന്. അപ്പോൾ ഈ പട്ടം ഇങ്ങനെ മേലേക്ക് പോയപ്പോൾ ആ മേലുണ്ട് കുറേ കിളികൾ ഇങ്ങനെ പാറി നടക്കുന്നത്. കിളികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ആ കിളികൾ, ആ പക്ഷികളിലെ ആ പക്ഷികൾ ഇങ്ങനെ പാറി നടക്കുന്നത്. അപ്പോൾ ഈ പക്ഷികൾക്ക് ഈ പട്ടത്തിനോട് അസൂയായി. എന്തൊരു ഭംഗിയുള്ള പട്ടം, എത്ര മേലൊക്കെ പോണേ ഭംഗി. ഈ കിളിയേക്ക് അതിൻ്റെ മേലേക്ക് പറക്കാൻ പറ്റൂല, കിളിക്ക് അത്രേ പറക്കാൻ പറ്റുള്ളൂ. പട്ട അതിൻ്റെ മേലേക്ക് പോയപ്പോൾ ഈ കിളിയൊക്കെ അസൂയായി. അതിൽ ഈ കിളികൾ ഈ പട്ടത്തിനോട് പറഞ്ഞു, എന്നെ കാണാൻ എന്തൊരു രസമുണ്ട്, ഈ ഭയങ്കര കേട്ടോ, എന്താ എൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പട്ടത്തിനെ പറഞ്ഞ് തരിപ്പ് കയറ്റി വെച്ചു. എന്നിട്ട് പിന്നെ കിളികൾ പറഞ്ഞേ, അനക്ക് ഇനിയും മേലേക്ക് പോവാലോ, എന്താ മേലേക്ക് പോകാത്ത?
അപ്പോൾ ഈ പട്ടം സങ്കടത്തോടെ അതിനെ ഈ നൂല് കണ്ടങ്ങൾ ഈ താഴെ ഒരാൾ ഈ നൂല് പിടിച്ചേക്കുക. അയാൾ ഈ നൂല് വിട്ടാലല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അയാൾ ഭയങ്കര ദുഷ്ടനാണ്. അയാൾ ആ നൂല് മേലേക്ക് വിടാതെ പിടിച്ചു വച്ചേക്കുക. അയാൾ ദുഷ്ടനാണ്. എനിക്ക് അയാളോട് ദേഷ്യമാണ്. പട്ടത്തിന് ഈ കിളികളുടെ വർത്താനം കേട്ടുകണ്ടേ ഈ പട്ടത്തിന് ഇത് പറത്തുന്ന ആളോട് ദേഷ്യമായി. അതിൽ ഈ കിളികൾ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ഈ നൂല് ഞങ്ങൾ പൊട്ടിച്ചു തരാം. പട്ടം പറഞ്ഞ ആയിക്കോട്ടെ, ഞങ്ങൾ പൊട്ടിച്ചു തന്നാൽ ഞാൻ മേലേക്ക് 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 പോകും പറഞ്ഞ്. കിളികൾ എന്ത് ചെയ്തു? മെല്ലെ കൊത്തി കൊത്തി ആ നൂല് പൊട്ടിച്ചു. ആ നൂല് പൊട്ടിച്ചാൽ എന്താവുക? പട്ടം താഴേക്ക് കുത്തനങ്ങോട്ട് വരും. നല്ല ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും മക്കളായിട്ട് ബാപ്പങ്ങളെ കാറിൽ കൊണ്ടുപോയി സ്കൂളിൻ്റെ മുമ്പിൽ ഇറക്കും. വൈകുന്നേരം അമ്മ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകും. ഇതിങ്ങനെ കാണുമ്പോൾ ചില കുട്ടിയൊക്കെ അസൂയാവും. എന്താ ഓൻ്റെ സുഖം, എന്താ ഓടെ സുഖം. ആ അസൂയക്കാരാണ് പിന്നെ നിങ്ങൾ എന്താണ് എപ്പോഴും എൻ്റെ ബാപ്പാൻ്റെ ഒപ്പം നടക്കണേ, എപ്പോഴും എൻ്റെ അമ്മാനൊപ്പം നടക്കണേ, ഒന്ന് ഓലൊക്കെ ഒഴിവാക്കി ഞങ്ങളൊപ്പം വന്ന് നോക്കിയാൽ എന്തൊരു സുഖമാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ പതുക്കെ പതുക്കെ നമ്മുടെ ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും ആ സംരക്ഷണത്തിൻ്റെ നൂലുണ്ടല്ലോ അതിങ്ങോട്ട് പൊട്ടിക്കും. അത് പൊട്ടിക്കുന്നതുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയതായിട്ട്. അപ്പോൾ ഞാനേ ഈ രാത്രി ചില പ്രഭാഷണമൊക്കെ കഴിഞ്ഞാണ്ടേ 1 മണി 2 മണി സമയത്തൊക്കെയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വീട്ടിലേക്ക് വരിക. ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒരു 9 മണിക്ക് ഒരു പരിപാടി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് 5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഭാര്യ വിളിക്കും. കാക്കു എവിടെ എത്തിയിട്ടുണ്ട്? ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരാൾ ഡ്രൈവ് ചെയ്യണ്ട, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ കിടക്കൂട്ടോ, ഞങ്ങൾ കിടന്നോളി, ഞാൻ വന്ന് വിളിച്ചോളാം, ഞാൻ എത്തുമ്പോൾ 3 മണിയൊക്കെ ആവും. അല്ല, അത് കഴിഞ്ഞൊരു മണിക്കൂർ കൂടി കഴിഞ്ഞാലേ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോണും കൂടി വരും. അതാരേക്കാരെന്നറിയോ? അതിൻ്റെ ഉമ്മക്കാരൻ. ഉമ്മ ഇങ്ങനെ ചോദിക്കും, എവിടെ എത്തിക്കണടാ? ഉമ്മാക്ക് സ്ഥലമൊന്നും അറിയില്ല. ഉമ്മ ഞാൻ ഇവിടെ എത്തി, ഇത്ര സമയം കൊണ്ട് എത്തും. പിന്നെ ഉറങ്ങണ്ട കേട്ടോ, വണ്ടിയിൽ പോരുമ്പോൾ ശ്രദ്ധിച്ച് പോരുട്ടോ. അമ്മ ഞാൻ ഉറങ്ങില്ല. എന്താ എൻ്റെ ശബ്ദമൊക്കെ മാറി വല്ലാതെ ഒച്ചട്ടുകാണ്ട് എൻ്റെ ഒച്ചയൊക്കെ പറ്റപ്പോയിക്കണല്ലോ, എനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ലമ്മ പനിക്കണമെന്നില്ല. ഈ ഭക്ഷണം കഴിച്ചില്ലേ? ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലും നോക്കിയാൽ ഈ ശ്രദ്ധിച്ച് പോരണം കേട്ടോ. ഉമ്മാൻ്റെ പോയിക്കോട്ടെ അമ്മ ഇങ്ങനെ പറയും. ഇപ്പം ആ വിളി എനിക്ക് വരാറില്ല. ഞാനിപ്പോഴൊക്കെ പോരുമ്പോൾ ആ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ അമ്മ മരിച്ചു. ഇപ്പം ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇപ്പം നീ എവിടെ എത്തിയെന്ന് ചോദിക്കാൻ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ, ഉറങ്ങരുതിട്ടോ എന്ന് പറയാൻ എനിക്കാരില്ല, ഉമ്മല്ല. ആ ഉമ്മ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ബാപ്പ പോകുമ്പോഴാണ് നമുക്കുണ്ടായ ശൂന്യതയുടെ വലുപ്പം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. കൽപ്പറ്റ നാരായണൻ മാഷ് പറഞ്ഞൊരു കവി നിങ്ങൾ കേട്ടണോ? ജസ്റ്റ് നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ വെറുതെ അങ്ങനെ അന്തം വിട്ട് അതും ഇതും കണ്ടിരിക്കുമ്പോൾ ചില നല്ലതൊക്കെ കാണാണ്ട്, സാർ നേരത്തെ ക്ലാസ് പറഞ്ഞില്ലേ, ചില നല്ലത് കാണാണ്ടായില്ല. അതിലൊന്നും നിങ്ങൾ കൽപ്പറ്റ നാരായണൻ മാസ്റ്ററിനെ അടിച്ചു നോക്കണ്ടി. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചെറിയ കവിതയാണ്. അതിലൊരു കവിത, ഞാൻ ഇപ്പം ഒരു കവിത വായിച്ച്, ആശ്വാസം എന്നാണ് ആ കവിതൻ്റെ പേര്. എന്താ പേര്? ആശ്വാസം. കവിത മുഴുവൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആശയം എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ പറഞ്ഞാരോ, ഇനി ഞാൻ കുളിച്ച് തലയിൽ വെള്ളവുമായി തല തോർത്താതെ വന്നാൽ എന്നെ പിടിച്ചു വെച്ച് എൻ്റെ തല തോർത്താൻ ഇനി ആരും വരില്ല, എനിക്ക് ആശ്വാസമായി. 1. 2, ഇനി ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ പാതിരാത്രിയിൽ എന്നെ വിളിച്ചു നിർത്തി എനിക്കാരും ഭക്ഷണം തരികയില്ല, ആശ്വാസമായി. ഇനി ഞാൻ രാത്രി എത്ര വൈകി വീട്ടിലെത്തിയാലും എനിക്ക് വേണ്ടി വിളക്കണക്കാതെ കാത്തിരിക്കാൻ ഒരാളില്ല, എനിക്ക് ആശ്വാസമായി. ഇനി ഞാൻ കിണറിൻ്റെ പടവിലിരുന്ന് ഉറക്കം തൂങ്ങിയാലും നെട്ടി ഓടി വന്ന് എന്നെ താഴെ ഇറക്കാൻ എനിക്കാരുമില്ല, എനിക്ക് ആശ്വാസമായി. എൻ്റെ അമ്മ മരിച്ചുപോയി, എനിക്ക് ആശ്വാസമായി. ആ ആശ്വാസം ശരിക്കുള്ള ആശ്വാസമല്ല, മനസ്സിലായില്ലേ? സങ്കടത്തിൻ്റെ ആശ്വാസം. അപ്പം ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഈ ഭൂമിയുടെ മേലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന 2 ആത്മാവുകളുണ്ട്. ആരാ നിങ്ങൾ? ആരാണ്? ഫ്രണ്ട്സല്ല, ചങ്കുകളല്ല, നമ്മുടെ ഫോളോവേഴ്സ് അല്ല, ഇതൊന്നുമല്ല. കാമുകന്മാരല്ല, അധ്യാപകരല്ല, നേതാക്കളല്ല, ആരുമല്ല. ആരാന്നറിയോ? ഫസ്റ്റ് 1 ഉമ്മ, 2 പാപ്പ. ഈ 2 സാധനങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകളുടെ ആഴങ്ങൾക്കറിയാം. നമ്മൾ ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മളമ്മ എങ്ങനെ അറിഞ്ഞ നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാം എങ്ങനെയാണല്ലേ? നിങ്ങളമ്മനോട് ചോദിച്ചു നോക്കണ്ടി.
ഇന്ന് പൊടിച്ചു ഉമ്മ ഞാൻ നിങ്ങളെ വയറിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് ഉമ്മ ആദ്യം അറിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം? ചോദിച്ചു നോക്കണ്ടി. ഒരു പക്ഷേ എങ്ങനെയാവാന്ന് അറിയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരി ഗർഭിണിയായത് അറിഞ്ഞെങ്ങനെ അറിയോ? പോണ പോക്കിൽ തല കറങ്ങി വീണ് തല വാതിലിൻ്റെ ഉമ്മറപ്പടിയിലടിച്ച് തല പൊട്ടി ചോര ഒഴുകി ബോധം നഷ്ടപ്പെട്ട് ഞങ്ങൾ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് ട്രിപ്പിട്ട് ഗ്ലൂക്കോസ് കയറ്റി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും കാണാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തല മിന്നുന്നുണ്ട് കാക്കൂ. ഞാൻ അവനെ കടന്നോ? കുഴപ്പമില്ല കടന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ബ്ലഡൊക്കെ ഒന്ന് പരിശോധിക്കണം, യൂറിനൊക്കെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് അവസാനം നഴ്സ് വന്നിട്ട് പറഞ്ഞു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണ്? ഗർഭിണിയാണ്. ഒരു കുട്ടിൻ്റെ ഉമ്മ ഉണ്ടാവാൻ പോവാണ്. ഒരു കുട്ടിയുടെ ഉമ്മയാവാൻ പോകുന്നുണ്ടെന്ന വാർത്ത ആദ്യമായിട്ട് എൻ്റെ സഹോദരി കേട്ടത് വാതിലിൻ്റെ ഉമ്മറപ്പൊടിയിൽ തലയടിച്ച് വീണ് ചോരയൊലിച്ച് തളർന്ന് വീണിട്ടാ. എന്നിട്ടോ ഇനി അത് എപ്പോഴാണ് തളർച്ചപ്പോഴാണ് മാറുക? അതോടുകൂടി കഴിഞ്ഞോ? ഇല്ല. അപ്പം നമ്മളെ കയ്യിൽ ഈ കുപ്പി ഞാൻ എൻ്റെ കൈ എടാ ഈ കുപ്പി അത് പിടിക്കിട്ട് പറഞ്ഞു എൻ്റെ കൈ കൊടുത്താലേ ഓൻ കുറച്ച് നേരമൊക്കെ പിടിച്ചുകാണ്ട് സാർ അതിവിടെ വെക്കട്ടെ വെച്ചു. എടാ 250 മില്ലി അല്ലേ, ഇതൊന്ന് പിടിക്ക് കുറച്ച് നേരം സാറേ ഞാൻ ഇവിടെ വെച്ച് കണ്ടു പറയും. കാരണം ഈ ഒരു ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല. നോക്കി നിങ്ങൾ 2-3 കിലോ ഉള്ള നമ്മളെ 8-9 മാസം നിലത്ത് വെക്കാതെ ചെരിഞ്ഞ് കിടക്കാൻ പറ്റൂല, മലർന്ന് കിടക്കാൻ പറ്റൂല, ഇങ്ങോട്ട് ചെരിയാൻ പറ്റൂല, കമിഴ്ന്ന് കിടക്കാൻ പറ്റൂല. എത്ര എടങ്ങേറായിട്ടാണ്. ഞാനൊരു എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ടൊരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ എങ്ങനെ കിടക്കുന്ന നിങ്ങൾ കാലിങ്ങനെ മേലേക്ക് കട്ടിലിൻ്റെ കുത്തനെ വെച്ചിട്ട് കാല് മേലേക്ക് തല താഴേക്കായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചു എത്ര മാസമായിപ്പോൾ? 1.5 മാസമായി എന്ന് പറഞ്ഞ്. ഇനി എത്ര മാസം കിടക്കണം എന്ന് നിങ്ങൾ? 8 മാസം കിടക്കും. 8 മാസം. നിങ്ങളൊന്ന് ആലോചിച്ചു. 8 മാസം ഒരു മുറിയിൽ 8 മാസം ശരിക്ക് കിടക്കാൻ പറഞ്ഞാൽ കിടക്കുമോ? രാത്രി കിടന്നാൽ രാവിലെ എണീറ്റ് പോയില്ല. 8 മാസം. ആ പെൺകുട്ടി പറഞ്ഞാൽ 10-20 വയസ്സായിട്ടുള്ളൂ, ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി 8 മാസം ഇങ്ങനെ തല താഴേക്കാക്കിയിട്ട് മലർന്ന് കിടക്കാൻ പറ്റൂല, ബാത്റൂം പോകാൻ പറ്റൂല, പൈപ്പ് ഇട്ടേക്കുക, ഭക്ഷണം ഇങ്ങനെ വായിലൂടെ കൊടുക്കുക. എത്ര ദിവസം കിടക്കണം? 8 മാസം കിടക്കണം. എന്നാലോ ഒരു കുട്ടി പിറക്കും. എങ്ങനെ? ലോകത്തിലെ ഏറ്റവും വലിയ വേദന മരണത്തിൻ്റെ വേദനയാണ്. ഏറ്റവും വലിയ വേദന മരണവേദനയാണ്. ആ മരണവേദന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടുത്ത വേദന പ്രസവത്തിൻ്റെ വേദനയാണെന്ന. ആ വേദന സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ നമ്മളെ ഈ ഭൂമിക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് തീർന്നോ? ആ പറഞ്ഞയച്ച അന്ന് മുതൽ ആ അമ്മാനെ ഇടങ്ങേറാക്കാനല്ലാതെ ഉമ്മാക്കൊരാശ്വാസം നമ്മൾ കൊടുത്തുക്കണോ? ചെറിയ കുട്ടിയായപ്പോഴേ നമ്മളെ ഉമ്മാക്ക് നല്ല പനി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ല പനിയുണ്ട്, കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെ വീട്ടിലെ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? പശുവിൻ്റെ പാലൊക്കെ കൊടുങ്ങാണ്ട് നമുക്ക് ലേശമൊക്കെ ചുണ്ടിലേക്ക് സ്പൂണ് കൊണ്ടും ആ കുപ്പിയിലൊക്കെ പാൽ നമ്മൾ കുടിക്കുന്നില്ല. നമ്മൾ കരയാണ്. നമുക്ക് ഉമ്മാൻ്റെ പാല് കിട്ടണം, നമുക്കറിയില്ലല്ലോ, നമ്മൾ കരയാണ്. അപ്പോൾ ഉമ്മാക്കാണ് ഈ പനിച്ചിട്ട് 2-3 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല, ഉമ്മ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും കരയാണ്, എനിക്ക് പാല് വേണം കരയാണ്. അപ്പോൾ അവസാനം ഉമ്മ പറഞ്ഞ് എന്നാൽ ഓളങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഓനങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ പാല് കൊടുക്കട്ടെ. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന ഉമ്മാൻ്റെ ബ്ലൗസൊക്കെ മെല്ലെ പൊന്തിച്ചിട്ട് നമ്മളെ ഉമ്മാൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉമ്മാൻ്റെ മുലക്കണ്ണുകൾ നമ്മുടെ വായിലേക്ക് വെച്ചത്. ഉമ്മ തളർന്നിട്ടുണ്ട്, ഒരുപാട് ദിവസമായി പനിയാണ്. പക്ഷേ ഉമ്മാൻ്റെ മുലയിലൊരു തുള്ളി പാലില്ല. എന്താ കാരണം? ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. നമുക്ക് പാല് കിട്ടിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഈ വളർന്നു വരുന്ന ചെറിയ പല്ലുണ്ടാവും നമുക്ക്, അല്ലേ? അങ്ങനെ തൊട്ടുമ്മ പറയില്ലേ പല്ല് വരുന്നുണ്ട്. ആ പല്ല് കൊണ്ട് പാല് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ മുലക്കണ്ണിൽ കടിച്ചുകെട്ട് വലിക്കും. ഉമ്മാൻ്റെ മുലക്കണ്ണിൽ വെളുത്ത പാൽ തുള്ളികൾക്ക് പകരം ചുവന്ന ചോരത്തുള്ളികൾ. വേദന കൊണ്ട് ഉമ്മ അങ്ങോട്ട് പെടഞ്ഞുപോയി. ഇതൊരു വേദന. ആ സമയത്ത് പോലും ഉമ്മ നമ്മളെ ശിക്ഷിച്ചില്ല. ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കാലിൽ ഇങ്ങനെ കൊട്ടിയിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഡാ ഉമ്മാനൊക്കെ അടിക്കലടാ, ഉമ്മക്ക് വേദനയാവൂലേ. എപ്പോഴാണ് പറഞ്ഞറിയോ? ചോരത്തുള്ളി പടർന്ന് ഉമ്മയുടെ കണ്ണ് വേദന കൊണ്ട് നിറഞ്ഞപ്പോഴും നമ്മളോട് മറുത്തൊരു വാക്കു പറയാതെ നമ്മുടെ കാലിൽ ഇങ്ങനെ തട്ടിയിട്ട് ഉമ്മ പറയാ, മോനെ കടിക്കലടാ, ഉമ്മക്ക് വേദനയാവൂലേ. ഏതാണ് അമ്മലേ? എന്നിട്ട് ഇപ്പോൾ പോരാ നേരത്ത്
നമ്മുടെ ഷൂസ് എടുത്തു വെക്കാതിൻ്റെ പേരിൽ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് എവിടെ നിങ്ങൾ ഇത്ര നേരം ആ ഷൂസ് എടുത്തു വെച്ചുകൂടേനോ എന്ന് പറയുന്ന ഒരു മകൻ്റെ മകളുടെ നന്ദികേടിൻ്റെ ആഴം നിങ്ങളൊന്ന് ആലോചിച്ചോക്കണി. ദുന്യാവിൽ ഉമ്മയോളം ഇന്നും ഞങ്ങളൊക്കെ ജനിച്ചെത്ര കൊല്ലായി? ഒരു കോഴിക്കുഞ്ഞ് മുട്ട വിരിഞ്ഞിറങ്ങിയാൽ 2 മാസം കഴിഞ്ഞാൽ ഒറ്റക്ക് നടക്കും, കൊത്തി തിന്നും, പിന്നെ തള്ളക്കോഴി വേണ്ട. നമ്മളിപ്പോഴും എത്ര വയസ്സായി? 14, 15, 16 വയസ്സായിട്ടും ഇപ്പോഴും ചോറ് തിന്ന പാത്രം അമ്മയാണ് ഇറക്കണേ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അണ്ടർവെയർ പോലും നമ്മുടെ ഉമ്മമാരെ അലക്കിയിടുന്ന എത്ര ഉമ്മാര് നമ്മളുണ്ട്, അലപ്പിക്കുന്ന എത്ര മക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ? ഉമ്മ അതൊരു പ്രതിഭാസമാണ്. അതെന്താണെന്ന് അറിയണമെങ്കിലേ അമ്മണില്ലാതാവണം. ഒരു ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ വീട്ടുമുറ്റത്തൊരാൾക്കൂട്ടം, എന്തേ? ഒന്നുമില്ലാന്നോ? എന്തേ? ഒന്നുമില്ല. ഉമ്മ നിങ്ങളെടുത്തു, ഉമ്മനെ കാണാനല്ല. ഉമ്മ എവിടെ? ഉമ്മ കിടക്കുന്നിടത്ത് നോക്കി, ബെഡ്റൂമിൽ അമ്മല്ല. അവസാനം മുമ്പിലെ റൂമിൽ വെള്ളത്തുണി പുതച്ച് ഉമ്മ. ഇതൊരു കാഴ്ചയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താങ്ങാനാവാത്ത കാഴ്ച. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? വഖളാ റബ്ബുക, ആയത്തും കറിയില്ലേ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അള്ളാഹു നമ്മളോട് ഒരു കൽപ്പന കൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ അറിയോ? അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് ഒരാളെ. അതിൻ്റെ കൂടെ അള്ളാഹ് പറയണേ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളെ മാതാപിതാക്കളോട് നല്ല നിലക്ക്. നമ്മളൊക്കെ ബാപ്പ അപ്പം തോന്നപ്പോഴേ എൻ്റെ ചില മക്കൾ പറയണ്ടേ, എൻ്റെ ബാപ്പയൊന്നും എനിക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഉമ്മ പിന്നീ ലേശമൊക്കെ ഉണ്ട്, എൻ്റെ ബാപ്പ ഒന്നും ചെയ്തില്ല. നമ്മളൊക്കെ പ്രസവിക്കാൻ വേണ്ടി നമ്മുടെ അമ്മ ആശുപത്രിയുടെ ലേബർ റൂമിലേക്കാണ് കയറിയത് മുതലേ ആശുപത്രിയുടെ വരാന്തയിൽ തീ പിടിച്ച കാലുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യണ്ട്. ആരറിയോ? ആ തൂക്കാത്രം കയ്യിൽ പിടിച്ച് ഉമ്മാക്കുള്ള കഞ്ഞിക്ക് വേണ്ടി, മരുന്ന് ചീട്ടിന് വേണ്ടി, മരുന്നിന് കാശില്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി ആ ബാപ്പ നടക്കുന്നൊരു നടത്തണ്ട് അങ്ങാടി കൂടെ. കോഴിക്കോട് താമരശ്ശേരി ചുരം കയറി വരുമ്പോഴേ ഈങ്ങാപ്പുഴ പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ? ആ ഭാഗത്താറുണ്ട് അവിടെ ആ ഒരു സ്ഥലമുണ്ട്. ഈങ്ങാപ്പുഴക്കാരനോടെ ഇല്ല, അവിടെ ആ വഴിക്ക് ഇങ്ങനെ പോരുമ്പോഴേ ബസ്സിൽ പോരുക കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുക. മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്, എന്തോ ചില പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. ആ ആശുപത്രിയുടെ ആ ഷോപ്പിൻ്റെ മുമ്പിലേ ഒരു മുയലിൻ്റെ രൂപം, മുയൽ അറിയില്ല, സാധനം അറിയില്ലേ? റാബിറ്റ് മുയൽ, ഒരു വലിയ ബലൂണ് കൊണ്ടുള്ള ഒരു മുയലിൻ്റെ രൂപം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാൽ അറിയാം അത് മുയലല്ല, പിന്നെ ഒരു മനുഷ്യനാണ്. അയാളിങ്ങനെ വലിയൊരു മുയലിൻ്റെ പോലെ ഡ്രസ്സ് ഇട്ടേക്കുക, അയാളിങ്ങനെ ചാടുകയാണ്. അയാളെ കാല് മാത്രം പുറത്ത് കാണാം, ഒരു നീല VKC ചെരുപ്പ്, ഹവായി തേഞ്ഞ് പൊട്ടാനായ ഒരു VKC ചെരുപ്പ്, ചളി പുരണ്ട മെലിഞ്ഞ കറുത്ത കാല്. ആ കാല് കണ്ടാൽ അറിയാം ഒരു 60 വയസ്സിൻ്റെ മേലുണ്ട് അയാൾക്ക്. അയാളിങ്ങനെ ചാടുകയാണ്. അയാളിങ്ങനെ ക്ഷീണിച്ച് ആ ചാട്ടം ഇങ്ങനെ നിൽക്കാനാകുമ്പോൾ കടൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് ഒരു വടിയോണ്ട് ഇങ്ങനെ കൊട്ടും. അപ്പം അയാൾ പിന്നെയും ചാടും. 60 വയസ്സ് കഴിഞ്ഞാൽ ആ സാധു മനുഷ്യൻ എന്തിനാ ചാടുന്ന അറിയോ? അയാളെ വീട്ടിൽ മക്കളുണ്ട്. ആ മക്കൾക്ക് വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കണമെങ്കിലേ വൈകുന്നേരം വരെ ചാടിയിട്ട് കിട്ടുന്ന ആ ചില്ലറ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അരി വാങ്ങിയിട്ട് വേണം ആ മനുഷ്യൻ്റെ മക്കളുടെ വിശപ്പടക്കാൻ. ചിലപ്പോൾ ആ മക്കൾ TV കാണുകയാക്കാരം, ആ മക്കൾ മൊബൈൽ കളിക്കേക്കാരം, മക്കൾ ഫുട്ബോൾ കളിക്കേക്കാരം, കിടന്നുറങ്ങിയേക്കാരം. പക്ഷേ ആ മക്കൾക്ക് ചോറ് കൊടുക്കാൻ പൊരി വെയിലത്ത് 60 കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യൻ ചാടുക. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ നിന്നൊരു ടൂറ് മൈസൂർക്ക്. നിങ്ങൾ മൈസൂർക്ക് ടൂർ ചെയ്യണോ? ഇല്ല. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് മൈസൂർക്ക് 125 ഉറുപ്പ്യാണ് അന്ന് ചിലവ്. റിയാലല്ല കേട്ടോ, 125 ഉറുപ്പ്യ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ടൂറ് സ്വപ്നം കാണാൻ പോലും നിർവാഹമല്ല. കാരണം എൻ്റെ ബാപ്പ കൂലിപ്പണിക്കാരനാണ്. ഒരു ദിവസം പണിയെടുത്താൽ ബാപ്പാൻ്റെ കൂലി 15 ഉറുപ്പ്യ. ഒരു ദിവസം വൈകുന്നേരം വരെ പണിയെടുത്താൽ ആ കാലം പറഞ്ഞത് 980കളിലാണ്. അത്ര വൈകുന്നേരം പണിയെടുത്താൽ എൻ്റെ ബാപ്പാക്ക് 15 ഉറുപ്പ്യ കൂലിട്ടുക. അതുകൊണ്ട് ഞാനടക്കം 9 മക്കളും കുടുംബമുണ്ട്, അരി വാങ്ങണം. ഇതാണ്. അതുകൊണ്ട് ഞാൻ ടൂറിനെ പറ്റി ചിന്തിച്ചതേ ഇല്ല. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഞാൻ പോകുന്നുണ്ട്, ഞാൻ ബാപ്പാനോട് പറഞ്ഞ്, ഞാൻ അമ്മാനോട് പറഞ്ഞ്, ഞാൻ മൈൻഡ് ചെയ്തേ ഇല്ല.
ഇടയ്ക്കിടയ്ക്ക് സാറ് മൈസൂരത്തെ ചില ഫോട്ടോ ആയിട്ട് വരും. എന്നിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇത് മൈസൂരിലെ കൊട്ടാരാണ്, ഇത് ആനയാണ്, ചേനയാണ്, ഇങ്ങനെ കുട്ടികളെങ്ങനെ അങ്ങനെ ടൂറിലേക്ക് കൂട്ടാൻ വേണ്ടി പല ജാതി വർത്താനം. ഞാൻ ശ്രദ്ധിക്കില്ല, കാരണം ഞാൻ ടൂറ് പോകണില്ലല്ലോ, എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ പോകണില്ല. അങ്ങനെ ടൂറ് പോണതിൻ്റെ തലേന്ന് നാളെയാണ് ടൂർ കേട്ടോ. ഇന്ന് ഉച്ചക്ക് സാറ് പറഞ്ഞേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല, എല്ലാ കുട്ടികൾക്കും വീട്ടിൽ പോകാം, ടൂറ് പോണ കുട്ടികൾ മാത്രം ഇവിടെ ഇരിക്കണം, അല്ലാത്തവരൊക്കെ പോയിക്കോളി വന്ന്. എനിക്ക് വല്ല സന്തോഷമായി, വേഗം പോകാമല്ലോ. അന്നൊക്കെ പുസ്തകത്തിന് ബാഗൊന്നുമില്ല, ഒരുപാട് കയ്യുമ്പോൾ അങ്ങനെ പുസ്തകം ഇങ്ങനെ ഇവിടെ പുസ്തകം വെക്കൽ. ആ കാലം ഓർമ്മ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങളെ അമ്മക്കും അപ്പൊക്കെ ഓർമ്മ ഉണ്ടാവും. പുസ്തകം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോൾ സാറ് ചോദിച്ചു, ഷാക്കിറോടെ വാ. ഞാൻ എന്താ സാറേ ഈ എങ്ങോട്ടാ പോണേ? ഞാൻ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞേ കേട്ടില്ലേ? എന്താ സാറ് പറഞ്ഞത്? ടൂറിന് പോകുന്നവർ ഇവിടെ ഇരിക്കണമെന്ന്. ഞാൻ ടൂറിന് പോകണില്ലല്ലോ, ഞാൻ പോകണില്ലല്ലോ. ആര് പറഞ്ഞു പോകണില്ല? ഞാൻ പോകണില്ല സാറേ. നീ പോകുന്നുണ്ട്, നിൻ്റെ വാപ്പ ഇന്നലെ നിനക്ക് പോകാനുള്ള പൈസ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വാപ്പയാവൂല, എൻ്റെ വാപ്പയാവൂല. സാറിന് ആൾ മാറിയതേക്കാരം. സാറിന് ദേഷ്യം വന്ന്, എൻ്റെ വാപ്പാനെ ഞാൻ അറിയില്ലേ, അവിടെ ഇരിക്കുകയാണ്. ഞാൻ സ്വപ്നത്തിൽ എന്ന പോലെ അവിടെ ഇരുന്ന്, കാരണം എൻ്റെ മനസ്സിൽ ടൂറേ ഇല്ല. എനിക്ക് ആ ടൂറ് പോകാൻ ഒരിക്കലും കഴിയില്ല, എന്നെ പറഞ്ഞേക്കാൻ ബാപ്പാക്കും കഴിയില്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ടൂറ് സ്വപ്നം കണ്ടിട്ടേ ഇല്ല. പക്ഷെ സാറ് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ സാറ് ഇങ്ങനെ നാളെ എത്ര മണിക്ക് പോകണം, ബാഗ് വേണം, ഇന്നത് വേണം, ഇന്നത് പല സാധനം ഇങ്ങനെ പറയുന്ന സാറ്. ഞാനതൊക്കെ കേൾക്കാതെ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ അന്തമിട്ടിരിക്കുക. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം എൻ്റെ ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ അസർ നിസ്കരിക്കാൻ വേണ്ടി കയറുകയാണ്. അസർ നിസ്കരിക്കാൻ ഞാൻ ഒതു കൊടുക്കാമെന്ന് അമ്മന്ന് പൈപ്പല്ല, ഹൗദ്, പള്ളിയിലെ ഹൗദ് കണ്ടിട്ട് നിങ്ങൾ പൈപ്പല്ലാതെ അങ്ങനെ വെള്ളത്തിൻ്റെ കുഴിയിൽ ഒതു. അപ്പോൾ ആ ഹൗദിൻ്റെ കരയിൽ നിന്ന് ഞാനിങ്ങനെ ഒതു കൊടുത്ത്. പക്ഷെ അപ്പോഴൊക്കെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അങ്ങനെ നടക്കുക കേട്ടോ. എനിക്കൊരു അന്തം വിട്ട പോലെ എന്തൊന്നും സംഭവിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒതു എടുത്ത് കയറി പോകുമ്പോൾ എൻ്റെ ബാപ്പ പണിയെടുക്കുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്, തെങ്ങിൻ തോട്ടാണ്. അതിൻ്റെ ഉടമസ്ഥൻ ഒരു ആചാര്യനുണ്ട്. ആ ആചാര്യനുണ്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാനങ്ങോട്ട് കയറുക. അപ്പോൾ ആചാര്യനോട് ചോദിച്ചു, ഡാ ഇജ്ജ് ടൂറ് പോകണ്ടില്ലേ? ഞാൻ അന്തം വിട്ട്, ഞാൻ ടൂറ് പോകണേ ഞാൻ തന്നെ അറിഞ്ഞില്ല, ആചാര്യം എങ്ങനെ അറിഞ്ഞേ ഞാൻ ടൂറ് പോകണേ? ഞാൻ പറഞ്ഞു സാർ അങ്ങനെ പറഞ്ഞു. അത് കേട്ടു. അപ്പം എന്നോട് ചോദിച്ചു, എനിക്ക് ടൂറ് പോകാനുള്ള പൈസ എൻ്റെ ബാപ്പ എങ്ങനെ ഉണ്ടാക്കി എനിക്കറിയോ? അപ്പോൾ ഞാൻ എനിക്കറിയില്ല. അപ്പം എന്നോട് ആചാര്യ പറഞ്ഞേ, എൻ്റെ ബാപ്പ ഇന്നലെ എൻ്റെ അടുത്തുനിന്ന് 125 ഉറുപ്യ കടം വാങ്ങിക്കണം. ആ 125 ഉറുപ്യ വീടുന്നത് വരെ ബാപ്പ കൂലി വാങ്ങാതെ പണിയെടുക്കാനാണ് പറഞ്ഞത്. 125 ഉറുപ്യ വീടണമെങ്കിൽ 15 ഉറുപ്യ ദിവസം വെച്ച് എത്ര ദിവസം പണിയെടുക്കണം? 5 ദിവസം പണിയെടുത്താൽ 75 ഉറുപ്യ ആവും. 6 ദിവസം പണിയെടുത്താൽ 90 ഉറുപ്യ ആവും. 7 ദിവസം പണിയെടുത്താൽ 105 ഉറുപ്യ ആവും. 8 ദിവസം പണിയെടുത്താൽ 120 ഉറുപ്യ. ഞാൻ 2 ദിവസം മൈസൂർ പോയിട്ട് ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പ കൂലി വാങ്ങാതെ 8 ദിവസം ആചാര്യരുടെ തെങ്ങും തോട്ടത്തിൽ വെയിലത്ത് പണിയെടുക്കും. ഓ, അതൊരു ഷോക്ക് വാർത്ത തന്നെ. ഞാനിങ്ങനെ തരിച്ചു നിന്നപ്പം ആചാര്യനോട് പറഞ്ഞേ, ഇനി ഇയൊക്കെ വലുതാവുമ്പോൾ എൻ്റെ ബാപ്പയൊക്കെ എൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ബാപ്പാനെ മറക്കരുത് കേട്ടോ, ബാപ്പ ചെയ്തത് ഓർമ്മയിൽ വേണം കേട്ടോ. ഞാൻ അന്നൊരു തീരുമാനം എടുത്ത്, പടച്ചോനെ എനിക്കെന്നാണോ വലുതായിട്ട് സാമ്പത്തികമായിട്ട് കഴിവുണ്ടാകുക, അന്ന് ഞാൻ എൻ്റെ ബാപ്പാനെയും ഇമ്മാനെയും മൈസൂരിൽ കൊണ്ടുപോകും. അതാ ഹൗദും കരമ്പ് നിർത്ത തീരുമാനം. നിങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അപ്പം നിങ്ങളെ അമ്മയും ബാപ്പയൊക്കെ ഈ ഗൾഫിൽ വന്ന് ജീവിക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അമ്മാൻ്റെയും ബാപ്പാൻ്റെ ഒപ്പമുള്ള ആൾക്കാർ നാട്ടിൽ സുഖമായിട്ട് മഴയും കൊണ്ട് പാടത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ മരുഭൂമിയിലെ 50 ഡിഗ്രി ചൂടിൽ നിങ്ങളെ ബാപ്പാരും ഉമ്മാരും വന്ന് ജീവിക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഞങ്ങൾക്ക് ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാം, ഒരു ദിവസം 2 റിയാൽ ഉണ്ടായാൽ മതി, ഒരു വെള്ളത്തിൻ്റെ കുപ്പിയും ഒരു പാക്കറ്റ് കുബൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ജീവിക്കും. പക്ഷെ വൈകുന്നേരം രാത്രിയും കഫീലിൻ്റെ തെറി കേട്ട് ചീത്ത കേട്ട് വെയിലത്ത് ചൂട് കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം, വേറെ ആർക്ക് വേണ്ടിയാ? അതുകൊണ്ട് നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എതിരായി അവരെ വേദനിപ്പിക്കുന്ന, അവരെ കഷ്ടപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞേ. വലാ തഖുല്ലഹുമാ ഉഫിൻ. ഞാൻ ഒരു ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് നടത്തിയിരുന്നു.
അപ്പം ഞാൻ ആ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചേ, അല്ല മക്കളെ, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല മധുരമുള്ള സംസാരം, സ്വീറ്റ്, വളരെ മധുരമുള്ള സംസാരം ആരോടാ സംസാരിക്കൽ? അപ്പോൾ ഹാളിൻ്റെ അങ്ങേ തലക്കെന്ന് ഒരുത്തൻ തല താത്തിയിട്ട് പറഞ്ഞു, കാമുകിയോട് പറഞ്ഞു. നല്ല വെറും ചക്കര വർത്താനാണ് പറയാം. എനിക്ക് കൽബാണ്, കരളാണ്, അങ്ങനെ ഒരു വസ്തു ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ വർത്താനം പറയാം. ആയിക്കോട്ടെ. ഞാൻ രണ്ടാമത് കാര്യം ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിക്കൽ ആരോടാണ്? അതേ കുട്ടി മറുപടി പറഞ്ഞ എന്താ? നിങ്ങൾ എന്തേ കാര്യം പറഞ്ഞേക്ക? ഉമ്മാനോട്. ഉമ്മാനോട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താ അറിയോ? വലാ തഖുല്ലഹുമാ ഉഫിൻ. നിങ്ങളെ ബാപ്പാനോടും ഉമ്മാനോടും വെറുപ്പിൻ്റെ ഒരടയാളം നെറ്റി ഒളിച്ച് എന്തിനമ്മ, എന്തിനാ വാപ്പ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാ. ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ഇപ്പം ഈ സോഷ്യൽ മീഡിയൻ്റെ കാലമായതുകൊണ്ടേ എല്ലായിടത്തും കേട്ടക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേ വലിയൊരു പണക്കാരനായ ഒരു സാമ്പത്തിക സഹായം ഒരു സ്ഥാപനത്തിന് കിട്ടാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ല പൈസക്കാരനാ, അല്ല ചെറുപ്പക്കാരനാ, വലിയ വീടും സ്വത്തൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ട്, അയാളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫോൺ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞേ, ഉസ്താദ് ഇവിടെ നിൽക്കി, ഞാൻ എൻ്റെ ഫോൺ പോയി എടുക്കട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മപ്പ ഫോൺ എടുക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അയാൾ അമ്മ എടുത്താൽ, അയാളമ്മല്ലേ. അയാൾ ഓടി ചെന്നപ്പോഴേക്ക് അയാൾ പേടിച്ചതുപോലെ അയാളമ്മ ഉണ്ട് ആ ഫോണും കൊണ്ട് പുറത്തേക്ക് വരുന്നേ. അപ്പോഴച്ച് മനസ്സിലായത് എന്താ അയാൾ പേടിച്ചേ. അയാളമ്മക്ക് ഇങ്ങനെ ഈ ശരീരം വിറക്കുന്ന രോഗമല്ലേ, ആൽഷിമേഴ്സിൻ്റെ ഒക്കെ മാതിരിക്ക് ഈ വലിയൊരു ഫോൺ പിടിച്ചിട്ട് ആ ഉമ്മ ഇങ്ങനെ വിറച്ച് എൻ്റെ ശ്വാസം തന്നെ നിന്നുപോയി. കാരണം ആ ഫോൺ ഇപ്പം ചോടും. പേടിച്ച പോലെ തന്നെ കിടക്കണം ഫോൺ നിലത്ത്. ഉമ്മട്ട് ഇങ്ങനെ ചെറിയൊരു കുട്ടി നിൽക്കണമായിരിക്കും ആ വയസ്സായ അമ്മ അങ്ങനെ അന്തം വിട്ടിക്കുക. ഇയാൾ ചെന്നിട്ട് ആ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പണ്ട് സൗർഗുഹൻ്റെ മുമ്പിൽ 8 അലി വലയിട്ടിയമാർക്ക് ഫോണ് മൊത്തം പൊട്ടിക്കണം, ഫുള്ള് സ്ക്രീന് പൊട്ടിയേക്കുക. ഇയാളിങ്ങനെ നോക്കി, ഈ ഇമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കട്ടെ, പേടിച്ച് കണ്ട് വയസ്സയിക്കണേ, വളഞ്ഞിക്കണുമ്പ ഇയാൾ ഈ ഫോണടക്കം ഈ ഇമ്മാനങ്ങട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാൻ്റെ കവിളത്തൊരുമ്മ. എന്നിട്ട് പറഞ്ഞു, മങ്ങൾ ഇന്നെ രക്ഷപ്പെടുത്തിയായിരുന്നു. എൻ്റെ ഈ പഴയ ഫോണ് ഇത് മാറ്റായിട്ട് എൻ്റെ കൂട്ടുകാരെപ്പോഴും എന്നെ ചീത്തറിയും, കളിയാക്കും. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ പൊട്ടിച്ചെന്നുകൊണ്ട് എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങാലോ. സന്തോഷമായി. ഒരു ഉമ്മയും കൂടി കൊടുത്തു ഉമ്മാക്ക്. ഉമ്മ സന്തോഷത്തോടെ കയറിപ്പോയി. എന്നിട്ട് വന്ന് എന്നോട് പറയും, ഉസ്താദേ 60,000 ഉറുപ്പ്യൻ്റെ ഫോണാണ്, ഒരു മാസമായിട്ടില്ല വാങ്ങിയിട്ട്, പൊട്ടാനേ നേരമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉമ്മാനോട് നല്ലൊരു പറഞ്ഞേ, പഴയ ഫോണാണ്, ഉമ്മ പൊട്ടിച്ചെന്ന് നന്നായി, പുതിയ ഫോൺ വാങ്ങാന്നുള്ള പറഞ്ഞേ. അപ്പോൾ എന്നോട് പറയും, ഉസ്താദേ എനിക്ക് ഫോണിൻ്റെ കടണ്ട് ടൗണിൽ, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ 60,000 ഒരു ഫോൺ വേണമെങ്കിൽ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവരും, എനിക്കതിൻ്റെ കഴിവുണ്ട്. പക്ഷേ എൻ്റെ അമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ടേ, എന്തിനാ അമ്മ നിങ്ങൾ ഈ ഫോണ് പൊട്ടിച്ചതെന്ന് ചോദിച്ചാലേ എൻ്റെ അമ്മാൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, ആ വേദന മാറ്റാൻ 60,000 അല്ല 60 ലക്ഷം കൊടുത്ത ഉസ്താദെ പറ്റുമോ? അതുകൊണ്ട് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ മകൻ്റെ മുമ്പിൽ ഞാൻ ചെറുതായി പോയി. അള്ളാൻ്റെ വാക്ക് നോക്കാൻ നിങ്ങൾ എത്രത്തോളം ആ മകങ്ങളൊക്കെ അങ്ങനെ ആവണം. ഒരു കാരണവശാലും നമ്മളെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബാപ്പാൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെട്ട ഒരു സംസാരം ചിലപ്പോൾ നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും തെറ്റുപറ്റും, നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരും. നമ്മൾ ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ നമ്മളെ കുറ്റം പറയും, നമ്മളെ സംശയിക്കും. ഉമ്മ നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ലമ്മ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിഷമാവില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാതെ നിങ്ങൾ പണി നോക്കി ഞാൻ കണ്ട പോലെ കൂട്ടും, നിങ്ങൾ എന്തൊരു വിചാരിച്ചോളി, അങ്ങനെ പറഞ്ഞാണ്ട് ഓരോട് ദേഷ്യപ്പെടില്ല. അങ്ങനെ ദേഷ്യപ്പെട്ടാലേ അന്ന് രാത്രി പോലും ഉറങ്ങൂല. നിങ്ങളെ ബാപ്പങ്ങൾ ആർക്കിപ്പോഴും അടുത്ത കാലത്ത് ആർക്കെങ്കിലും ബാപ്പാൻ്റെ ഒക്കെ അടിയിട്ടിരിക്കണോ? അത്ര മോശമൊന്നല്ല കേട്ടോ. ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബാപ്പാൻ്റെ ഒക്കെ അടിയിട്ടെങ്കിൽ. അത് ഭാഗ്യ, അടിക്കണ ബാപ്പാനുണ്ടാകാതൊരു ഭാഗ്യ കേട്ടോ. നിങ്ങളൊക്കെ പറയണം ബാപ്പാനോട്, ബാപ്പാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ നിങ്ങൾ എന്നെ അടിക്കണം കേട്ടോ, അതൊരു ഭാഗ്യ. അപ്പേ ഈ അടി കിട്ടിയാൽ ഇപ്പോൾ ബാപ്പ അടിച്ച് നമുക്ക് ബാപ്പാനോട് ദേഷ്യം വന്ന് നമ്മൾ വാതിലടച്ച് കിടന്നുറങ്ങി, രാത്രി ചോറുന്നില്ല, ബാപ്പാനോടുള്ള പ്രതിഷേധം, നമ്മൾ കിടന്നുറങ്ങി. നമ്മളെ വീട്ടിൽ അന്ന് രാത്രി ഉറങ്ങാത്ത 2 മനുഷ്യന്മാരുണ്ടാവും. ആരേ കാരണം? ഒന്നുമ്മ നോക്കി നമ്മളെ കുട്ടി ചോറുന്നിട്ടില്ല കേട്ടോ, നിങ്ങളൊന്ന് പോയി വിളിച്ചു നോക്കാണേ. ഞാൻ അപ്പം വിളിച്ചൊന്നുമില്ല, ഓമാണെങ്കിൽ തിന്നോട്ടെ. ആര്? ബാപ്പ. ഉമ്മ പിന്നെയും പറയും, നോക്കി നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, 12 മണിയായി, ഉച്ചയ്ക്ക് ഇത്തിരി ചോറുന്നാലേ, ചോറുന്നാതെ കുട്ടികളൊന്ന് പോയി വിളിച്ചു നോക്കാണേ. വിളിച്ചൊന്നും വേണ്ട, ഓമാണെങ്കിൽ തിന്നോളും, ചില മുണ്ടാ കിടന്നാ. ബാപ്പ കുറച്ച് കഴിഞ്ഞ് ഉമ്മ തപ്പി നോക്കുമ്പോൾ ബാപ്പാനെ കാണാനല്ല.
ബാപ്പ മെല്ലെ നമ്മളെ മുറിയിൽ വന്നിക്കണം. മെല്ലെ പുതപ്പ് മാറ്റിയിട്ട് നമ്മളടിച്ച ഭാഗത്ത് ബാപ്പ അങ്ങനെ ഒഴിഞ്ഞു നോക്കും. ആ പാടിൽ ബാപ്പാൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. അതൊരു സ്നേഹം. അതൊക്കെ കിട്ടണമെങ്കിലേ ഭാഗ്യമാണ് ജീവിതത്തിൽ. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞേ വഹ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ ചിറകുകൾ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇങ്ങനെ താത്തി കൊടുക്കണം എന്നാ വലുതാവുമ്പോൾ. ഈ കോഴി തള്ളക്കോഴി കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ തള്ളക്കോഴി കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ ഈ പരുന്തോ കാക്കയൊക്കെ പിടിക്കാൻ വന്നാലേ തള്ളക്കോഴി എന്താ കാട്ടുക? ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കില്ലേ? അതേപോലെ കുറച്ച് കഴിഞ്ഞാലേ നമ്മളപ്പോൾ ആരോഗ്യമുള്ള അമ്മയും ബാപ്പയൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ വയസ്സാവും. അന്ന് നമ്മൾ ഉഷാറാവും, ആരോഗ്യമൊക്കെ ഉഷാറായി. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവരെ ഒറ്റപ്പെടുത്തി നമ്മൾ വേദനിപ്പിക്കരുത് കുട്ടികളെ. എത്ര വയസ്സായാലും എത്ര അസുഖമായാലും എത്ര പ്രയാസമായാലും ആ ബാപ്പാനും ഇമ്മാനും നമ്മൾ ചേർത്ത് പിടിക്കണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് സമയം തന്നതറിയോ? 10 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 8 മിനിറ്റ് കൊണ്ട് തീർക്കാൻ തീരുമാനിച്ചു. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ടേ, നമ്മളൊക്കെ വിചാരിക്കുക ജീവിതത്തിലെ എനിക്ക് വേണ്ടപ്പെട്ട വേറെയും കുറേ ആൾക്കാരുണ്ട്, ഓരെന്നെ നോക്കും ഇവരെന്നെ നോക്കും ഇവരെന്നെ നോക്കും. ഒരു കഥ കൂടി പറയട്ടെ, സംഭവമാട്ടോ, തീർക്കന്നിട്ട്. കോഴിക്കോട് ജില്ലയിൽ ഉൾഗ്രാമത്തിൽ ബാപ്പ മരിച്ച് ഒരു ഉമ്മയും ഒരു മകനും മാത്രം ഉണ്ട് കേട്ടോ. ഈ മകനമ്മ പണിയെടുത്ത് അയൽപക്കത്തെ വീട്ടിൽ പോയിട്ടൊക്കെ പണിയെടുത്താട്ടോ ഈ മകനെ വളർത്തി വലുതാക്കി ഗൾഫിക്ക് പറഞ്ഞയച്ചിട്ടോ. ഇവിടെ പഠിച്ച് നല്ല ജോലി കിട്ടി, ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് മകൻ ഇവിടെ തന്നെ പേരക്കുട്ടികളായിട്ടും നാട്ടിക്ക് വന്നിട്ടില്ല. ഉമ്മ മരുമോളെയും കണ്ടിട്ടില്ല, പേരക്കുട്ടികളെയും കണ്ടിട്ടില്ല. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എടാ മോനെ ഒന്ന് വാടാ, ഒന്ന് കാണട്ടെ ഞാൻ എൻ്റെ ഭാര്യനെയും മക്കളെയൊക്കെ. തിരക്കാണ് ഉമ്മ, എപ്പോഴും തിരക്കാ. ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണവർക്ക് ഇഷ്ടമല്ല, ഈ ഭാര്യയ്ക്കും ഇഷ്ടമല്ല, കുട്ടിയേക്കും ഇഷ്ടമല്ല നാട്ടിൽ പോണേ. അതുകൊണ്ട് ഇയാളോട് നിർബന്ധിക്കാനുമില്ല. ഉമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ മോനെ ഒന്ന് കാണാൻ പൂജയിക്കണേ. ആ അമ്മ ലീവ് കിട്ടിയാൽ വരൂല. അങ്ങനെ നിൽക്കണേ. അങ്ങനെ അവസാനം ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പം ഈ ഭാര്യയും മക്കളും ഈ മകനോട് പറഞ്ഞേ, ആ കുഗ്രാമത്തേക്ക് ഞങ്ങളില്ല. അപ്പം മകൻ പറഞ്ഞ് നമ്മളമ്മല്ല, ആ അമ്മ അവിടെ നിന്നോട്ടെ, നമ്മൾക്ക് ഇവിടെ പാർക്കുക. കോഴിക്കോട് ടൗണിൽ ഫ്ലാറ്റൊക്കെ വാങ്ങിയിട്ട് ഒരു പാർക്ക് കേട്ടോ. അങ്ങനെ ഒരു മകളെ കെട്ടിച്ച് മകള് മരുമകനും ആ വീട്ടിലാണ് പാർക്കണ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാപ്പാക്ക് ഒരു അസുഖം, ഒരു വല്ലാത്ത അസുഖം. വായിലൂടെയൊക്കെ ദുർഗന്ധമുള്ള ഒരു സാധനം പുറത്തു വരുന്ന ഒരു വല്ലാത്ത അസുഖം. മാത്രമല്ല മലം പുറത്തു പോകാതിട്ട് പൈപ്പിട്ട് കണ്ടൊക്കെ എടുക്കണേ. മൂത്രമൊക്കെ പൈപ്പിട്ട് എടുക്കാൻ വല്ല പണിയില്ല, പക്ഷെ മലം പൈപ്പിട്ട് പുറത്തേക്ക് എടുക്കുക പറഞ്ഞാൽ വളരെ ദുസ്സഹമാണത്. എല്ലാവർക്കും ഇടങ്ങേറാ, ദുർഗന്ധമൊക്കെ ആയിട്ട്. അവസാനം ജീവിക്കുന്ന ജീവിതം പ്രയാസമായി, ഫ്ലാറ്റിലാകെ ദുർഗന്ധമായി. മക്കളൊക്കെ അമ്മാനോട് പരാതി, എങ്ങനെ അമ്മ ഇവിടെ പാർക്കുക, ഭക്ഷണം കഴിക്കാൻ വരെ പറ്റുന്നില്ല, എന്തൊരു വാസന അത്. മരുമകൻ വരാതെയായി. അവസാനം ഒരു കുടുംബക്കാർ കൂടി തീരുമാനിക്കണേ ഇയാളെ ഒരു വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞേക്കാൻ. കാരണം രോഗം മാറൂല, ഇത് നോക്കാൻ ഒരാളെ കിട്ടണില്ല. എന്നാൽ പിന്നെ എങ്ങോട്ടേലും പറഞ്ഞേക്കുക. അപ്പം ഈ രോഗമുള്ളത് കൊണ്ട് ഒരു വൃദ്ധസദനക്കാരും ഇത് ഏറ്റെടുക്കൂല. രോഗമല്ലെങ്കിൽ ഒരു ഏറ്റെടുക്കും. ഈ രോഗമല്ലോണ്ട് ആരും ഏൽക്കണില്ല, ഇയാളെ നോക്കാൻ ആളെയും കിട്ടുന്നില്ല. അപ്പം എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോണ്ടേ നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഒരാൾ വരുന്നു. എന്താ പറഞ്ഞറിയോ? നിങ്ങൾക്ക് പരാതി ഇല്ലെങ്കിൽ മോനെ ഉമ്മാൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാൻ പറഞ്ഞേക്കണേന്ന്. ഇപ്പം എന്താ അവസ്ഥ നിങ്ങൾ? ഒരു കൊച്ചു വീട്ടിൽ വയസ്സായിട്ട് വളഞ്ഞൊരുമ്മണ്ട്, ചുമരുമ്പ ഇങ്ങനെ പിടിച്ചാൽ നടക്കുക. ആ അമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ തൊട്ടടുത്തൊരു കട്ടിലിൽ ഇയാൾ കിടക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ഈ മകൻ്റെ എല്ലാ കാര്യവും ആരാ ചെയ്യണറിയോ? ഈ ഉമ്മയെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ കോഴിക്കോട് ടൗണിൽ ഫ്ലാറ്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറയാം, ലോകത്ത് ആരൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മളെ സ്നേഹിച്ചതുപോലെ ജീവിതാവസാനം വരെ നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്തിൻ്റെ താഴെ ഒരാളില്ലട്ടോ. അത് മറക്കാതെ അവരെ ചേർത്ത് പിടിച്ച് ഇന്നൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന് മുമ്പേ ഉമ്മ അപ്പ എന്നാൽ ഞാൻ കിടക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പേ പോയിട്ട് ഉമ്മാൻ്റെയും ഇപ്പാൻ്റെയും കവളത്തൊരു ഉമ്മ കൊടുക്കണം. നിങ്ങൾ ഉമ്മാക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? ഉപ്പാക്കോ കൊടുക്കണം. ഇന്ന് വൈകുന്നേരം രാത്രി. നാളെ സ്കൂളിൽ പോകുമ്പോൾ ആരാ വീട്ടിൽ ഉമ്മ എന്നാൽ ഞാൻ പോവട്ടോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേ ആ ഉമ്മാനെ ചേർത്ത് പിടിച്ച്, ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയെ ചേർത്ത് പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പോകണം. നമ്മൾ
നമ്മുടെ സ്നേഹം അവർക്ക് എപ്പോഴും കിട്ടണം. ആ സ്നേഹത്തിന് വേണ്ടിയാണ് അവർ നമ്മളെ വളർത്തിയത്. അതിനെതിരായാൽ അള്ളാഹു നമ്മളെ വെറുതെ വിടൂല, സ്വർഗം കിട്ടൂല എന്നാ. റിളർ റബ്ബ് ഫി റിളൽ വാലിദൈൻ വസുഖ്തുർ റബ്ബി ഫി സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ദീർഘകാലം ഒരുമിച്ചു ജീവിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.